കപട ദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി. ഞാൻ നൂറ്റാണ്ടുകളായിട്ട് ഞാൻ ഈ രാജ്യത്തിന്റെ ഉടമയായിട്ടുള്ള ഞാൻ അടിമയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന റിയലൈസേഷനാണ് എനിക്ക് അത്രയും പകയിലൊക്കെ അങ്ങനെ ഒരു സാധനമൊക്കെ എഴുതാൻ പറ്റുന്നത്. ഞാൻ ഒരു സ്ട്രീറ്റിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ പിന്നെ കേരളത്തിനെ പോലെ ഭയങ്കര സഫോസ്റ്റിക്കേറ്റഡ് ഫോം ഓഫ് ജാതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് തന്നെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. കാശുണ്ടാക്കാൻ മാത്രം ശ്രമിക്കുകയാണെങ്കിൽ അവൻ ഭയങ്കര സെൽഫിഷായിട്ടുള്ളൊരു കലാകാരനാവും എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. ഒരിക്കലും കാശുണ്ടാക്കാൻ വേണ്ടി പാട്ടുണ്ടാക്കരുത്. എന്നെ ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ആൾക്കാർ. അപ്പോൾ ആ പേടിയുണ്ട് എനിക്ക് എന്ത് സംഭവിക്കാം എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെൻ്റെ ജോലിയാണ്, ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പേടിയുണ്ടെങ്കിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. പാട്ടിനകത്ത് ഞാൻ നുണ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ 100% സത്യമാണ്. അത് ഇനിയും ഒരു 200 വർഷത്തോളം നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യം സത്യമാണ്. ആ പാട്ട് സാമകാലിക പ്രസക്തിയുള്ള പാട്ടായി നിൽക്കും തോറും ഈ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്ന് മാത്രമേ ഞാനെപ്പോഴും പിന്നാണ്. ഏറ്റവും കൂടുതൽ അധികം ജനങ്ങൾ വിശ്വസിക്കുകയും ജീവൻ കളയാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിന്, ഒരു രാഷ്ട്രീയ അജണ്ടേനെ എതിരെ സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ വേണ്ടിവരും സമൂഹനീതി എന്താണെന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കണത്. എൻ്റെ അപ്പൻ്റെ കൈ കൊണ്ട് അത് വാങ്ങാന്നല്ലാണ്ട്. ഹിരൺദാസ്പൂരിൽ നിന്നും വേടൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ആർട്ടിസ്റ്റായി മാറാനുള്ളൊരു കാരണം പൂർണ്ണമായിട്ടും ബാബാ സാഹേബ് തന്നെയാണ്. ഞാനങ്ങനെ എല്ലാ എഴുത്തുകാരും വായിക്കുന്ന പോലെ എൻ്റെ എഴുത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി വായിക്കുന്ന ഒരാളല്ലേ. ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ വരികൾ അവിടുത്തെ അമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് എഴുതിയേക്കണത്. പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ആ വള്ളം മണയുമോ ഉറപ്പില്ലല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഴുത്ത് ശരിയാക്കാനല്ലാതെ മനസ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വായിക്കുമ്പോൾ നമ്മുടെ എഴുത്ത് താനെ ശരിയാവുന്നതാണ്. വായനയാണ് കേട്ടോ, വായനയിൽ നിന്ന് കിട്ടണതാണ് അതൊക്കെ. ഞാനത് എന്നോട് തന്നെ ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഇനിയിപ്പം തല പോയാലും വീണ പരിപാടിയില്ലേ. മിസ് വിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം വേടൻ. വണക്കം. വണക്കം. അയ്യോ അതെ, ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ കുറേ നാളുകളായിട്ട് ഞാനിപ്പോൾ എന്താ പറയുക, ചില ആളുകളെ നമ്മൾ കാണാനായിട്ട് ഭയങ്കരമായിട്ട് കൊതിക്കും. അതായത് അവർ നമുക്ക് തന്നിട്ടുള്ള പാട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള കഥകൾ കൊണ്ടും അവർ തന്നിട്ടുള്ള സിനിമകൾ കൊണ്ടും ഒക്കെ അവരെ കാണാൻ നമുക്കൊരു കൊതി ഉണ്ടാവും. ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒന്ന് സംസാരിക്കായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഏറ്റവും അത് ചോദിക്കേണ്ടത് സുഖമാണോ എന്നാണ്. സുഖമാണ്. ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം സുഖമായിട്ടിരിക്കണം. ഞാൻ വേടനത് പറഞ്ഞു കേട്ടിട്ടുണ്ടായത് സുഖമാണോ എന്ന് ചോദിക്കാനാണ് ഈയിടെയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആ ഒരു ചിന്ത എപ്പോഴാണ് മനസ്സിൽ വന്നു കൂടിയത്? പ്രത്യേകിച്ച് ഒരു 10-25 വയസ്സിന് ശേഷം എല്ലാ യുവാക്കളും യുവതികളും ജീവിതം എങ്ങനെയെങ്കിലൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, സുഖമാണോടാ നിനക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ഇവരൊരിക്കലും നമ്മുടെ അടുത്ത് ഈ സ്ട്രഗിൾ പറയില്ല. നമ്മൾക്ക് റാൻഡമിലി അങ്ങനൊരു വാക്ക് അവർക്കൊക്കെ കേൾക്കാൻ പറ്റുകയാണെങ്കിലോ ഭയങ്കര ആശ്വാസമായിരിക്കും. എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, മോനെ സുഖമാണോടാ നിനക്ക് ചോദിക്കുമ്പോൾ ഒരാളിങ്ങനെ ചോദിക്കണ്ടല്ലോ. അപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അത് എനിക്ക് തോന്നുന്നു ആ വാക്ക് നമ്മൾ പലയിടത്തും വെട്ടിച്ചുരുക്കി. അതായത് സുഖമാണോ എന്ന് ചോദിക്കാറില്ല, എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, എന്തിപ്പോൾ എന്ന് ചോദിക്കും, അങ്ങനെ പലതും ചോദിക്കും അല്ലേ. പക്ഷെ സുഖമാണോ എന്നുള്ള വാക്കിന് ഇറ്റ്സെൽഫ് ഒരു വിലയുണ്ടെന്ന്. സുഖമാണോ, സമാധാനത്തിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സമാധാനത്തിലല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണോ. എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ഞാനിങ്ങനെ സമാധാനത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. അവനോട് ഇല്ല, സമാധാനമില്ലാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കുറേ കഥയും കേൾക്കാം അവരുടെ. അപ്പോൾ അങ്ങനെ ചോദിക്കണത് ഒരു നല്ല, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞ പോലെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ലൈഫിൽ. അപ്പോൾ അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തൊക്കെയായിരിക്കും? സമൂഹനീതി. അത് ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ വേണ്ടിവരും സമൂഹനീതി എന്താണെന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ആസ് എ പേഴ്സൺ അനുഭവിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ളത് സ്വന്തം ലാൻഡിൽ നിൽക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ടൊരു മണ്ണുണ്ടായിട്ട് അതിൽ നിൽക്കുക, അതിലൊരു ചെടി വെച്ച് പിടിപ്പിക്കുക, ഒരു മരം വെച്ച് നടുക എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ വീട് ഭയങ്കര സ്പെഷ്യൽ ആവുന്നല്ലേ, അച്ഛനും ചേട്ടനും ഏട്ടത്തിയും എല്ലാവരും അല്ലേ. പിന്നെ ഞാൻ ഭയങ്കര ഫാമിലി പേഴ്സണാണ്. അതെൻ്റെ കൂടുതൽ എല്ലാവർക്കും അറിയാം. നമുക്ക് ഫാമിലിയാണ് ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി.
അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് സമയം കിട്ടിയാൽ ഞാൻ ഓടിയെത്താൻ നോക്കണത് വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ വീട്ടിലിപ്പോൾ കുറേ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ വീട് എന്ന് പറയുന്നൊരു സാധനം, പിന്നെ എനിക്കും ഒരുപാട് ആൾക്കാരെ വേണം എപ്പോഴും. ഉം. എൻ്റെ അനിയത്തി സംസാരിക്കുന്നത്, അനിയത്തിയുടെ മോളൊച്ചുണ്ടാക്കുന്ന ശബ്ദം കേൾക്കണം, എൻ്റെ പൂച്ച മ്യാവ് വയ്ക്കണത് കേൾക്കണം, എനിക്ക് ബുദ്ധൻ ബാൽക്കണിയിൽ നിന്ന് കുരയ്ക്കണത് കേൾക്കണം. അതൊക്കെ ആ ശബ്ദങ്ങളൊക്കെ ഉള്ള ദിവസമാണ് എൻ്റെ ഒരു ദിവസം. അതില്ലെങ്കിൽ പറ്റില്ല. അതില്ലെങ്കിൽ നമുക്ക് അതില്ലാണ്ട് കുറച്ച് കാലമൊക്കെ ഓടാം. ഇപ്പോൾ എറണാകുളത്തൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണത്. ഇപ്പം ഞാൻ പിന്നെ ഇച്ചിരി വനവാസിയാണ്. എനിക്ക് ഇങ്ങനെ റോന്തി വിട്ട് നടക്കുന്ന സ്വഭാവമൊക്കെ. അപ്പം നാട് തന്നെയാണ് നമുക്ക് എപ്പോഴും നന്നായിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്ന വീടും ആ വീടിന്റെ അടുക്കളയും എപ്പോഴും പറയാറില്ല. അതായത് ഇതിനു മുന്നേ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു 1-2 സ്ഥലത്ത് ഇനിയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ അടുക്കളയാണ് എൻ്റെ ഇടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മളുടെ റൂട്ട്സും അല്ലേ, നമ്മളുടെ ആ ഒരു സത്ത എന്നൊക്കെ പറയില്ല, അതിനോട് ഇങ്ങനെ ഇണങ്ങി. എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നുന്നത്, സ്വപ്നഭൂമി എന്നുള്ള സ്ഥലമാണ്, എത്രത്തോളം സ്വാധീനമായിരുന്നു ആ ഒരു സ്ഥലം? സ്വപ്നഭൂമി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ, അതായത് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ആ ഏരിയ ചുറ്റിപ്പറ്റി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതൊരു കുഞ്ഞി ഇടമാണ്. അങ്ങനത്തെ ഒരു ഇടമുള്ള കാര്യം അവിടെ തന്നെയുള്ള ആൾക്കാർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാൻ മോഹൻദാ ഗ്രാമപഞ്ചായത്തിൽ സർവ്വ സ്ഥലത്തും വാടകയ്ക്ക് താമസിച്ചിട്ട് എല്ലാവർക്കും അറിയാനേ. അപ്പോൾ അങ്ങനെ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരൊക്കെ താമസിച്ചിരുന്ന ഒരിടം എന്നെ മോൾഡ് ചെയ്തതിൽ അത് ആ ഏരിയകൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ട്. ആ കുഞ്ഞ് പ്രായത്തിലുള്ള അനുഭവങ്ങളൊക്കെ എന്നെ മോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ കുഞ്ഞുകാലം തൊട്ടുള്ള പിള്ളേരൊക്കെ അവിടെയുള്ള സ്ഥലമാണ്. എനിക്കിഷ്ടമാണ്. എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവരും അറിയണവരുള്ള സ്ഥലമുണ്ടല്ലോ, അത് നമ്മുടെ ടെറിട്ടറിയാണ് എന്നുള്ളൊരു ഫീലാണ് നമുക്ക്. നമ്മുടെ ഇടം, അത് നമ്മുടെ സ്ഥലമാണ് എന്നുള്ളൊരു ബോധമുള്ള കാരണമാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ സ്വപ്നഭൂമിയെക്കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നാണ്, വേടൻ പറയാറുള്ളൊരു പേരാണ് മുരളി എന്നുള്ളൊരു, ഞങ്ങളുടെ മുരളിയേട്ടൻ എന്നൊക്കെ ഇടയ്ക്ക് പറയും. അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞൊരു, ശരിക്കും പറഞ്ഞാൽ വേടൻ്റെ ഒരു ഐക്കണാണ് അച്ഛൻ. അച്ഛൻ ചിരിക്കുന്നത് കണ്ടാൽ പിന്നെ മാസ് സെറ്റാണ്. പിന്നെ അങ്ങനത്തെ ഒരു സംഗതി വേടൻ്റെ മുഖത്ത് ഞാൻ പലപ്പോഴും കണ്ടു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സംസ്ഥാന അവാർഡ് മേടിക്കാൻ ചെന്നപ്പോഴും അവിടെയും വിളിച്ചു, ഞാൻ അപ്പനെ വിളിച്ചോട്ടെ, അപ്പ കയറി വാ എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ. അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും അടുത്ത സർക്കിളിലായിരിക്കണം ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത്. നമ്മൾ കാരണം അവർ അഭിമാനത്തിലാവണം, നമ്മളെന്നുള്ള പേഴ്സൺ നല്ലതാണ് എന്ന് അംഗീകരിക്കേണ്ടത് ഏറ്റവും ആദ്യം അവരാണെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അച്ഛനെ ആ സ്റ്റേജിൽ വിളിച്ച് കയറ്റിയപ്പോൾ എന്തായിരുന്നു മനസ്സിലൂടെ കടന്നുപോയത്? ഞാൻ ഹാപ്പിയായിരുന്നു ജെന്യുവൻലി. പിന്നെ പുള്ളിക്കാരനൊരു 10-65 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ സ്ട്രഗിളിനും കൂടി കിട്ടുന്ന ഒരു, എന്താണ് പറയുക, ആളുടെ സ്ട്രഗിൾ ഇതിന് കിട്ടിയ ഒരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിന്. പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കണത്. എൻ്റെ അപ്പൻ്റെ കൈ കൊണ്ട് അത് വാങ്ങാന്നല്ലാണ്ട് അത് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അപ്പോൾ അത് ആൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ ആൾക്കും. പിന്നെ അപ്പോൾ അത്ര തന്നെ. പിന്നെ എനിക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ ഫാമിലിനെ മൊത്തം കയറ്റിയാണേ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റുകളെ അലൗഡഡ് അല്ല, ഗസ്റ്റുകൾ സ്റ്റേജിൽ ലൈക്ക് ഇങ്ങനത്തെ ഇടങ്ങളിൽ, ഇങ്ങനത്തെ സെറമോണിയിൽ. പക്ഷേ അവർ എന്നെ അതിനെ അനുവദിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സാധനം. അത് ഞാൻ ഹാപ്പിയാണ് ജെന്യുവൻലി. അത് കളറായിരുന്നു, അതായത് അച്ഛൻ പുതിയ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് അല്ലേ, ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ എന്നുള്ള സംഗീത ആരാധകനെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നു, എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സ്വാധീനം, എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നതിലും ഈ പറഞ്ഞ പോലെ? നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ അച്ഛൻ ദൂരെ നിന്ന് വരുന്നത് അറിയാൻ പറ്റും നമുക്ക്. കാരണം സൈക്കിളുമേ ഒരു ടേപ്പ് റെക്കോർഡർ ഓണാക്കിയിട്ട് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവും പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ വരുന്നതിൻ്റെ മുന്നേ പാട്ടാ വരിക. എന്ത് തരത്തിലുള്ള പാട്ട് അച്ഛൻ കേൾക്കുക? പുള്ളിക്കാരൻ മെയിനായിട്ട് അയ്യപ്പഭക്തി ഗാനങ്ങളുടെ ആളാണ്. പിന്നെ പഴയകാല തമിഴ് പാട്ടുകൾ, ഇളയരാജയുടെ വലിയ ആരാധകനാണ് അയാൾ. അപ്പോൾ ഇളയരാജയുടെ പഴയ ക്ലാസിക്കുകൾ, അങ്ങനത്തെ, പിന്നെ പഴയ മലയാളം പാട്ടുകളൊക്കെ പുള്ളിക്കാരൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും FM വെച്ചിട്ടാണ് നടക്കുക. FM വെക്കുമ്പോൾ ഒരു സൈഡിൽ അടുക്കളയിൽ FM ഇരിക്കുന്നുണ്ടാവും, ഇവിടെ ഹാളിനകത്ത് ഒരു TV വെച്ചിട്ട് TV എന്തെങ്കിലും SS മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും. 2 പാട്ടും കേൾക്കണം പുള്ളിക്കാരന്. ചിലപ്പോൾ TV കാണും, TVയിലെ ശബ്ദം കുറച്ച് വെച്ചിട്ട് അവിടെ പാട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പോയി ചോദിക്കും, എന്തേ കാണിക്കണം, എനിക്കിത് രണ്ടും കാണണം എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു പ്രത്യേകതരം മനസ്സിലാണ്. ലൈക്ക് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കലേനെ ഭയങ്കരമായിട്ട് പാട്ട് പാടാനൊക്കെ അറിയാം പുള്ളിക്കാരന്. ഒരു ബേസിക് സാധനമൊക്കെ ഉണ്ട്, എവിടെയും പഠിച്ചിട്ടൊന്നുമല്ല, അത് അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചെറുപ്പം തൊട്ട് പാടാനൊക്കെ ഞാൻ കേട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ കഴിവ് കുറച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഈ സമൂഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് എപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്? ലൈഫിൻ്റെ ഏത് പോയിന്റിലായിരിക്കും?
നമുക്കത് ഒരു ഇൻസിഡന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻസിഡന്റുകളിൽ നിന്നുണ്ടാവുന്നൊരു പ്രോസസ്സാണത്. ലൈക്ക് നമ്മുടെ ബേസിക് പൊളിറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അത് കൂടുതലും വായനയാണ് എനിക്ക് കൂടുതൽ ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ബാബയുടെ എഴുത്തുകളിൽ നിന്നൊക്കെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഉം. ഹിരൺദാസ്പൂരിൽ നിന്നും വേടൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ആർട്ടിസ്റ്റായി മാറാനുള്ള ഒരു കാരണം പൂർണ്ണമായിട്ടും ബാബാ സാഹേബ് തന്നെയാണ്. ഉം. പിന്നെ ഞാൻ ഞാൻ സ്ട്രീറ്റിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ പിന്നെ കേരളത്തിനെ പോലെ ഭയങ്കര സഫോസ്റ്റിക്കേറ്റഡ് ഫോം ഓഫ് ജാതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് തന്നെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് റാൻഡം ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് ലൈക്ക് ഇനി 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 എന്താണ് ലൈഫ്, ഇനി എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് പ്രോസസ്സിലേക്കൊക്കെ ഞാൻ എത്തുന്നത് ബാബാ സാഹേബിനെ വായിക്കുന്നതോട് കൂടിയിട്ടാണ്. അങ്ങനെയാണ് പിന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താ, പിന്നെ ലൈക്ക് ഒരു കലാകാരൻ സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ആളായിട്ടിരിക്കരുത്. ഒരു കലാകാരൻ കാശുണ്ടാക്കാൻ മാത്രം ശ്രമിക്കുകയാണെങ്കിൽ അവൻ ഭയങ്കര സെൽഫിഷായിട്ടുള്ളൊരു കലാകാരനാവും എന്നൊക്കെ ഞാൻ ലൈക്ക് അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. ഒരിക്കലും കാശുണ്ടാക്കാൻ വേണ്ടി പാട്ടുണ്ടാക്കരുത്. അതായത് നമ്മളുടെ വളരെ സുഖമായ നിലനിൽപ്പിന് വേണ്ടി നമ്മളൊന്നും നമ്മുടെ സുഖമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആർട്ട് ചെയ്യരുത്. കാരണം ആർട്ട് ഒരുപാട് ജനങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്നൊരു ടൂളാണ്. അതായത് നമുക്ക് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പല ലോകരാജ്യങ്ങളിലും ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമം കൂടിയാണ് അത്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രൊപ്പഗണ്ട മൂവീസ്, പ്രൊപ്പഗണ്ട പാട്ടുകളൊക്കെ ഇറങ്ങുന്നത്. ഒരു രാഷ്ട്രീയം ഒരുപാട് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല മാർഗ്ഗമാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ടുള്ള ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഒരു മോശം ആർട്ടിസ്റ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആർട്ടിസ്റ്റായി പോകുന്നല്ലേ? അല്ല, ഒരു രാഷ്ട്രീയം ഇല്ലാത്തൊരു മനുഷ്യനായി പോകുന്നത്. അയാളെ കൊണ്ട് സഹജീവികൾക്കും അയാൾക്ക് തന്നെയും ഒരു ഉപകാരമില്ലാതായി പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ വോയിസ് ഓഫ് വോയിസ്ലെസ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക്, എല്ലാവർക്കും മുന്നിലേക്ക് വേടൻ എന്നുള്ള ആർട്ടിസ്റ്റിനെ തുറന്നു തന്നത്. നമ്മളത് അതിൻ്റെ പല വരികളും നമ്മൾ എടുത്ത് വീണ്ടും വീണ്ടും ഉരുവിട്ടിട്ടുണ്ട്. റീൽസ് ഒരുപാട് വന്നിട്ടുണ്ട്, ചർച്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നീർനിലങ്ങളിൽ എന്നുള്ള ആദ്യത്തെ വേഴ്സ് മുതൽ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നീ തമ്പുരാനുമല്ല ആണേൽ എന്ന് പറയുന്ന ആ പോർഷനും അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസൊക്കെ പല ഘട്ടം ഘട്ടമായുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ പാട്ടിലേക്ക് എത്തിയത്? അതായത് അതിൻ്റെ ഒരു ഡെബ്യൂ ആണല്ലോ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പരിപാടികൾ, ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ പ്രൊഡക്ഷൻ പരിപാടികൾ അത് ഭയങ്കര സിമ്പിളായിരുന്നു ആ വർക്ക്. എനിക്ക് എന്താണ് പറയുക, മാനസികമായിട്ടുള്ള ഒരു സാധനം മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞായിരുന്നു ആ പാട്ട് എഴുതുമ്പോൾ. എനിക്ക് 25 വയസ്സാണ് ആ പാട്ട് ചെയ്യുമ്പോൾ. 25 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 31 വയസ്സ്. 25 വയസ്സ് എനിക്കിപ്പോൾ തന്നെ അറിയാൻ പാടില്ല ഞാൻ ആരാണെന്ന് പൂർണ്ണമായിട്ട്. അപ്പോൾ 31 വയസ്സിലൊരു ഒരു ആൺകുട്ടി ഒരാണായി മാറുന്നുള്ളതെന്നാണ് ഞാൻ വിചാരിക്കണത്. 25 വയസ്സിലെ കുഞ്ഞുമോനായിരുന്നു. അപ്പോൾ ആ കാലത്തുള്ള ഒരു ലൈക്ക് നമ്മളൊരു കാര്യം ഞാൻ നൂറ്റാണ്ടുകളായിട്ട് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഉടമയായിട്ടുള്ള ഞാൻ അടിമയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന റിയലൈസേഷനാണ്. എനിക്ക് അത്രയും പകയിലൊക്കെ അങ്ങനെ ഒരു സാധനമൊക്കെ എഴുതാൻ പറ്റുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇച്ചിരി കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ എഴുതാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിശ്വാസമുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കര റേജായിരുന്നു. ഇപ്പോഴത്തെ ഞാനും എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ശാന്തനാണെന്നാണ്. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ വാക്ക് കേൾക്കുമ്പോഴും നമുക്ക് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിനകത്ത് ഞാൻ നുണ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ആ പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ 100% സത്യമാണ്. അത് ഇനിയും ഒരു 200 വർഷത്തോളം നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യം സത്യമാണ്. അപ്പോൾ ആ പാട്ട് ഒരു 200 വർഷത്തേക്കെങ്കിലും സമകാലിക പ്രസക്തിയുള്ള പാട്ടാണ്. ആ പാട്ട് സമകാലിക പ്രസക്തിയുള്ള പാട്ടായി നിൽക്കുന്തോറും ഈ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്ന് മാത്രമേ ഞാനെപ്പോഴും പിന്നാണ്. ഈ പാട്ട് യൂസ്ലെസ് ആവുന്നോ അന്ന് എൻ്റെ സമൂഹം നന്നായിട്ടുണ്ടാവും. അന്ന് ഈ ഇന്ത്യ സർവ്വജനാധിപത്യ രാജ്യമായിട്ട് സർവ്വജനങ്ങൾക്കും ഒരേ സാധ്യതയും ഒരേ സമത്വവും ഉള്ളൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടാവും. അന്ന് വേടൻ്റെ പാട്ട് കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ലേ? അതുവരെ വേടൻ്റെ പാട്ട് കേൾക്കാൻ ആൾക്കാർ. അതൊരു വൻ തിരിച്ചറിവാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മളൊരു ആർട്ട് കാണുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, പക്ഷെ അതിന് ആക്ച്വലി അത് ഭയങ്കര തിരിച്ചറിവാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഭയങ്കര അടിപൊളി സാധനമായിരുന്നു. അതിൻ്റെ ആ ഒരു പാട്ട് റിലീസാവുന്ന സമയത്തെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നോ? അതേപോലെ
ആ പാട്ടിന്റെ പറ്റുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട വരിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഏതെങ്കിലും രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിയാൽ എത്ര സന്തോഷം. വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നുള്ള സാധനം എനിക്കറിയില്ല, ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല വീട്ടുകാരായിട്ട്. ഉം, ഇപ്പൊ ഞാൻ ഒരു പാട്ടുകാരനാണെന്നുള്ള കാര്യം എൻ്റെ അച്ഛനൊന്നും അറിയണ്ടായിരുന്നില്ല. ഉം, ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ പാട്ടാണ് തോന്നുന്നു വാ. ഉം, ഒരു ദിവസം അടുക്കളയിൽ ഇതേമാതിരി എഫ് എമ്മിനകത്ത് വാ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ കേൾക്കുന്നുണ്ട് അത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു ഈ പാട്ട് ഏതാണെന്ന് പറയും. അറിയാൻ പാടില്ല, ഇടക്കിടെ കേൾക്കാറുണ്ട് പുള്ളിക്കാരൻ. പുള്ളിക്കാരനെ അറിയാൻ വളർന്നത് എൻ്റെ പാട്ടാണ്, ഞാൻ എഴുതി പാടിയിട്ടുള്ളൊരു പാട്ടാണെന്നൊന്നും പുള്ളിക്കാരനെ അറിയാൻ പാടില്ല. അതിന് ശേഷമാണ് ഞാനൊരു ആർട്ടിസ്റ്റായി ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അപ്പനൊക്കെ അറിയണത് ഞാൻ ആർട്ടിസ്റ്റാണെന്ന്. ഇവന് ഈ പണിക്കാണല്ലോ പോകണമെന്നുള്ള സാധനമൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരുപാട് വീട്ടുകാരായിട്ടൊന്നും ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ്സിൻ്റെ പ്രൊഡക്ഷൻ കോമഡിയാണ്. നമ്മളവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരനാണ് നമുക്കൊരു 10,000 റുപ്യ സഹായിക്കണത്. ഉം, ഉം. അതിൽ 10,000 റുപ്യയിൽ ഒരു 6,000 റുപ്യ പ്രൊഡക്ഷൻ, 4,000 റുപ്യ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും നമ്മൾ. ഒറ്റ ദിവസത്തെ ഷൂട്ട്. അത് നമ്മുടെ റെയിൽവേ കോളനിയാണ് അത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. നമുക്ക് ഇപ്പോഴും പോയാൽ കാണാൻ പറ്റും. അപ്പോൾ റെയിൽവേ കോളനിയിൽ പിന്നെ സ്വപ്നഭൂമിയിൽ എൻ്റെ വീടിൻ്റെ അവിടെ കുറച്ച് ഏരിയകളിലൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ വെച്ചിരുത്തി ഷൂട്ട് ചെയ്ത് കുഞ്ഞു പരിപാടിയായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ്. അത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു പാട്ടുണ്ട്, ആ പാട്ട് എങ്ങനെയെങ്കിലൊക്കെ റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കിട്ടി, യൂട്യൂബിൽ തന്നെ റിലീസ് ചെയ്യാം. കുഞ്ഞൊരു വീഡിയോ ചെയ്ത് റിലീസ് ചെയ്ത് 2-3 ദിവസത്തിനുള്ള പാട്ട്, പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവാനും ആൾക്കാർ ഏറ്റെടുക്കാനൊക്കെ തുടങ്ങി. ഹാസ്യമാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. ഇപ്പോഴേ വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം എന്നല്ലെങ്കിൽ വാ എന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, വേടൻ എല്ലാ കാലവും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഒരു വാക്കാണ് ഒരുമിച്ച് നിൽക്കണം, നമുക്ക് കൂട്ടത്തോടെയൊക്കെ സന്തോഷമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ലൈഫിൽ വരാനായിട്ട് ബാബാ സാഹിബ് ബാബാ സാഹിബ് ബാബാ സാഹിബാണ് എനിക്കത് പറഞ്ഞു തരുന്നത്. ഒന്നാമത് നമ്മളൊരു സാമൂഹിക ജീവിയാണ് മനുഷ്യർ ഒന്ന് കൂടി നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു സാമൂഹിക ജീവിയായിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സാധനം. ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ഉം. ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ സാഹോദര്യത്തിൻ്റെ ജൈവ ഇഴാന്നാണ് അതിനെ ബാബ പറയാറ്. അപ്പോൾ ആ ജൈവ ഇഴ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രോസസ്സ്. അപ്പം അതിന് ഇന്ത്യ പോലെയുള്ള ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. നമ്മൾ ഓരോ 100 കിലോമീറ്ററിലും ഭാഷയും സംസ്കാരവും ഭക്ഷണവും ലാൻഡ്സ്കേപ്പും ഒക്കെ മാറുന്ന, അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരേ ജനതയല്ല, നമ്മൾ പല ജനതകളുടെ ഒരു കൂട്ടമാണ്. ഉം. അപ്പോൾ ആ യൂണിറ്റി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ത്യ പോലുള്ള ഒരു റിപ്പബ്ലിക്കിൽ. പക്ഷേ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇൻസ്പിറേഷൻ. അതാണ് ഇൻസ്പിറേഷൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്കിലെ അല്ലെങ്കിൽ ആ പാട്ട് രണ്ടുപേരി നമുക്ക് വേണ്ടി പാടാമോ എന്ന് ചോദിച്ചിരുന്നു. വോയിസ് ഓഫ് വോയിസ്ലെസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് അംബേദ്കറിലേക്കും അതുപോലെ അയ്യങ്കാളിയിലേക്കും ഒക്കെ നമുക്ക് എത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കപട ദേശവാദി നാട്ടിൽ മതജാതി വ്യാധി, തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവൻ്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി, എഴുതിയ വരിയിലധിക പകുതി ഞാൻ ഏറ്റ ചതി, കനലൊരു തരിമതി ഒരു തരിമതി തരിമതി. കലകി. നമ്മളെ ഇപ്പോൾ നമ്മൾ അംബേദ്കറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്, അദ്ദേഹം നൽകിയ ഒരു സ്വാധീനമുണ്ട്, അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന സ്വാധീനമുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ പോലും വേടനെക്കുറിച്ച് അറിയാത്ത കുറേ സ്വാധീനങ്ങളും വേടനുണ്ടാവും. ഏതൊക്കെയാണ് മറ്റ് ആളുകൾ ആരൊക്കെയാണ്? ഇപ്പം എൻ്റെ ആർട്ടിസ്റ്റ് ആയതിനു ശേഷവും എൻ്റെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഏരിയയാണ് ആ ഒരു ഏരിയ. ഉം. അപ്പോൾ ഞാൻ ഇതൊക്കെ എന്താ എനിക്കങ്ങനെ നടക്കണേന്ന്, ഇത്രയും കഷ്ടങ്ങൾ നമുക്ക് എന്താണ് ഉണ്ടാവണത്, ഇതൊക്കെ സർവൈവ് ചെയ്യാൻ എങ്ങനെയാണ്, ആ സാധനത്തെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് മാൽക്കം എക്സിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക. എക്സിൻ്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ് വാസ് എ ക്രിമിനൽ. പുള്ളിക്കാരൻ ഒരു ഹുഡ് ജീവിതം ജീവിച്ചിരുന്ന ഒരാളാണ്. അതേമാതിരി തന്നെ എനിക്ക് അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരാൾ മൈക്ക് ടൈസൺ ആണ്. ലൈക്ക് ഞാൻ അവിടെ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട്, എപ്പോഴൊക്കെ വീണ് പോകുന്നു അപ്പോഴൊക്കെ. മാൽക്കം എക്സിനെ പോലെയുള്ള ധൈര്യമായിട്ടുള്ള ഒരാളായിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് പരമാവധി അഭിനയമാണ്, അത് ധൈര്യമുള്ള ഒരാളെ പോലെ അഭിനയിക്കുക എന്നുള്ള പറയുന്ന സാധനമുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ ഇൻസ്പയർ ചെയ്യിക്കാറുണ്ട്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ. പിന്നെ ഒരു സ്റ്റോറീസ് എൻ്റെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളാണ് ഞാൻ. കയ്യും കണക്കൂല എനിക്കറിയുന്ന ആൾക്കാർക്കും സുഹൃത്തുക്കൾക്കും. ഒരുപാട് തോറ്റ മനുഷ്യന്മാരെൻ്റെ സുഹൃത്തുക്കളുണ്ട്.
ഞാനാണെങ്കിൽ ഭയങ്കര എനിക്കാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരുമായിട്ട് കമ്പനി ആവുകയും ചെയ്യും. അപ്പം എന്നെ സ്പിരിച്വലിയും കൂടി ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക്, സുഹൃത്തുക്കൾ. അപ്പോൾ അവരൊക്കെയുള്ള കാരണം ഇങ്ങനെ ജീവിച്ചു പോകും. എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്? അതായത് ഇപ്പോൾ പലരും ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള പലരും ഇപ്പോൾ ജീവിതം ഒരു മഹാസാഗരമാണെന്നും ജീവിതം ഒരു നീണ്ട റോഡാണെന്നും റെയിലാണെന്നും ഒക്കെ പല ഉപമകളും ഉണ്ട് ജീവിതത്തെക്കുറിച്ച്. വേഡൻസ് വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ വേടൻ പറയുന്നത് എന്തായിട്ടായിരിക്കും? എനിക്കത് ഈ ഹഡിൽസ് എന്താ ചാടി കടക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിനെ നോക്കുകയാണെന്ന്? ഇപ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇത് കാണാൻ ഭയങ്കര രസമായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നതും അയാളെ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നതും കാണാൻ ഭയങ്കര, അത് അനുഭവിക്കാനും വേറെ സാധനമാണോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. നമ്മളൊരു പരിധി കഴിഞ്ഞിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അധികം ജനങ്ങൾ വിശ്വസിക്കുകയും ജീവൻ കളയാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിന്, ഒരു രാഷ്ട്രീയ അജണ്ടേനെ എതിരെ സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഉം. അതിൻ്റെ അപകടങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് നിരന്തരം. അതേതാണെന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒബ്വിയസ് ആയിട്ട് പറയേണ്ടതില്ല എന്നെനിക്ക് ആ അല്ലേ ഞാൻ തോന്നുന്നു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഇപ്പോൾ വിദേശയാത്രകളാണ്. ഉം. വിദേശയാത്രകൾ നമുക്ക് ചെയ്യാൻ മിണ്ടാണ്ടിരുന്നോ അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റൂല, ആ സാധനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ലൈഫ് ഭയങ്കര ഹാർഡാണ് വെച്ചാൽ, ഭയങ്കര ഹാർഡാണ് ലൈഫ്. എഴുതി വെച്ചതിൽ ഏറ്റവും കൂടുതൽ ഇനിയും പുറത്ത് വിടണമെന്ന് ചിന്തിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ? അതായത് വേടൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ഇങ്ങനെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്, എഴുത്തിൻ്റെ പ്രാക്ടീസ്. അപ്പോൾ എഴുതി വെച്ചതിൽ ഇത് പുറത്ത് വിടണമെന്ന് ആലോചിച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിനുള്ളൊരു തീയുണ്ട് അല്ലെങ്കിൽ ഒരു പേടിയുണ്ട്. ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ വരികളുണ്ടോ എന്നൊക്കെ? ലൈക്ക് പേടി എനിക്കുള്ളതാണ്. ഞാൻ ഭയങ്കര കോമൺ ആയിട്ടുള്ള, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരാളായി നിൽക്കാൻ ഏറ്റവും എപ്പോഴും പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ആൾക്കാർ. അപ്പോൾ ആ പേടിയുണ്ട് എനിക്ക് എന്ത് സംഭവിക്കാം എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെൻ്റെ ജോലിയാണ്, ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പേടിയുണ്ടെങ്കിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പാടിയാൽ പ്രശ്നമാകുമോ എന്ന് തോന്നുന്ന 2 പാട്ടുകളുണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് സമത്വവാദി എന്നുള്ളൊരു പാട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, ബേസിക് ഐഡിയകളാണ്. സമത്വവാദിയും പിന്നെ 10 തല എന്ന് പറഞ്ഞിട്ട് 2 പാട്ടുകൾ. ഓൾറെഡി 10 തല എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് ഭയങ്കര ലൈക്ക് തീവ്ര ഹിന്ദുമത വിരുദ്ധമായിട്ടുള്ളൊരു പാട്ടാണത്. ഹിന്ദുമതത്തെ റദ്ദ് ചെയ്യുന്നു എന്നുള്ള മാതിരത്തെ ഒരു പാട്ടാണത്. അപ്പോൾ ലൈക്ക് ആ പാട്ട് ഞാൻ റിലീസ് ചെയ്യുമെന്ന് വെറുതെ പറഞ്ഞതിന് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ പാട്ട് വരും. എന്നായാലും ഒരു നാളത് വെളിച്ചം കണ്ടിരിക്കുന്നത്. പിന്നെ പാട്ട് എന്തായാലും വരും. അത് ലൈക്ക് നമ്മൾ ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളൊരു രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ സമൂഹത്തിന് ശരിയല്ല എന്ന് തോന്നുന്നൊരു കാര്യം ഞാൻ വിളിച്ച് പറയണമല്ലോ, അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റ് ആയി പോയില്ലേ. നമ്മളെ കുറേ നേരമായിട്ടെ സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോയി എന്ന് എനിക്ക് തോന്നണം. ആണ്. നമ്മൾ ആ സീരിയസ് ഒക്കെ ഒന്ന് ഒതുക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാന്ന് പിന്നെ നമ്മൾ നവമിയിലേക്ക് എത്തണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച ഏറ്റവും കളറായിട്ടുള്ളൊരു ചർച്ച നവമി വേടൻ കല്യാണമാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ പരിചയപ്പെട്ടത്? ഫാൻ മൂവ്മെന്റ്, പുള്ളിക്കാരി ആരാധികയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയായിട്ട്, എഴുത്തുകാരിയാണോ, അങ്ങനെ ഒരു ദിവസം പുസ്തകം തരാൻ വേണ്ടി വന്ന് പുസ്തകം വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇടയ്ക്ക് മിണ്ടലും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറിയില്ല, പക്ഷെ അങ്ങനെ രണ്ടുപേർക്ക് ഇഷ്ടമായി. ഒരുമിച്ച് ജീവിച്ച ഒരുപാട് കാലം, കുറേ കാലം ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരുമിച്ച് ജീവിക്കല്ലേ, എന്നാൽ പിന്നെ നമ്മൾ ലീഗലി ഇതൊന്നും രജിസ്റ്റർ ചെയ്തേക്കാം, അത്ര തന്നെ. ഇതിപ്പോൾ ലീഗലി മാരേജ് എന്ന് പറയുന്ന ഒരു പരിപാടി ഭയങ്കര ചെറിയ രീതിയിൽ ഇങ്ങനെ നെസസറി ആണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് മാരേജ് എന്ന് പറയുന്ന പരിപാടിക്ക് പോയത് തന്നെ. ഇല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പിനെയൊക്കെ നോക്കുകയാണ്? അതായത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് വേടന് വളരെ രസമുള്ളൊരു അഭിപ്രായം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ ചോദിക്കുകയാണ്. ഭയങ്കര നെസസറി ആണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമായിരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏറ്റവും നെസസറി ആയിട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിന് റഷ് ചെയ്യാതിരിക്കുക, അത് നടക്കുമ്പോൾ നടക്കും എന്നുള്ള പറയുന്ന സാധനമാണ്.
അത് നല്ല വളരെ ലൈക്ക് എന്താ പറയുക, നമുക്കൊരു വീട് വേണമല്ലോ നമുക്ക് എല്ലാത്തിനും രക്ഷപ്പെട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇടമായിട്ട് അത് എപ്പോഴും നിലനിൽക്കും. പിന്നെ ഇതെപ്പോഴും രണ്ട് മനുഷ്യരാണ്. അപ്പോൾ ഈ രണ്ട് മനുഷ്യർക്ക് തമ്മിൽ ഉണ്ടാകുന്ന ഈ മനസ്സിലാക്കലുകളില്ലായ്മ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ശണ്ടകളൊക്കെ എപ്പോഴും ഉണ്ടാകും. അത് വയസ്സായിട്ടുള്ള അമ്മമാർ തല്ലുകൂടണ കണ്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ് 60 കൊല്ലം ഒക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരും തല്ലുകൂടണ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇത് ഭയങ്കര നെസസറിയാണ്. പ്രേമം ഒക്കെ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ തിരിച്ച് പാട്ടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തെരുവിൻ്റെ മോൻ, അത് പറയാണ്ട് നമുക്ക് ഈ ഒരു സംസാരം അവസാനിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വേടൻ എന്നുള്ള മനുഷ്യൻ്റെ കഥകളിൽ ഒന്ന് തന്നെയാണത്, അല്ലെങ്കിൽ വേടൻ്റെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കഥ തന്നെയാണത്. എങ്ങനെയാണ് തെരുവിൻ്റെ മോനിലേക്ക് എത്തുന്നത്? എന്താണ് തെരുവിൻ്റെ മോൻ സംഭവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നോവലിൽ ബേസിക്കലി അതിൻ്റെ മുന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവില്ലേ? തെരുവിൻ്റെ മോൻ ഞാൻ തന്നെ. ഞാനത് ലൈക്ക് എൻ്റെ സ്റ്റോറി ഇച്ചിരിയും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം എന്നുള്ളതിൻ്റെ ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് തെരുവിൻ്റെ മോൻ സോഷ്യൽ ക്രിമിനലൊക്കെ നിന്നത്. അപ്പോൾ ഈ 2 പാട്ടും എൻ്റെ ജീവിതം ലൈക്ക് അങ്ങനെ തന്നെ എഴുതിയാക്കുന്ന 2 പാട്ടുകളാണ്. ഈ 2 പാട്ടുകൾ എനിക്ക് സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ക്രിമിനൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറച്ചുകൂടി അല്ലേ? ആണ്. ഒന്നാമത്തെ കാര്യം അതിനകത്ത് എൻ്റെ അമ്മേനെ കുറിച്ചൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് കൂടിയേ ഞാൻ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു പാട്ടിനകത്ത് ഉപയോഗിച്ചേക്കണത് സോഷ്യൽ ക്രിമിനലിനകത്താണ്. അത് തുടങ്ങുന്നത് സോഷ്യൽ ക്രിമിനൽ. എനിക്ക് ആദ്യം അത് ഭയങ്കര ഇത് മലയാളികൾ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങനെ അധികം കേട്ട് സുപരിചിതമല്ലാത്തൊരു സാധനമാണ്. വല്ലപ്പോഴൊക്കെയാണ് പഴയകാല പാട്ടുകളൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ വന്നേക്കണത്. മറ്റേ ബാഗി ജീൻസും പാൻറ്റും അണിഞ്ഞ് ടൗണിൽ ചുറ്റി നടക്കാം, ഒരു അങ്ങനത്തെ പഴയ പഴയ പാട്ടുകൾക്ക്. പിന്നെ മറ്റേ മീശ പാതകളിലൊക്കെ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങൾ. ഹൈടെക്കിൻ ജാലമായി ആട്ടം CID മുസേർ ലൈക്ക്. അപ്പോൾ ആ ഒരു നമ്മൾ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്ന സാധനങ്ങൾ ഇപ്പം മലയാളത്തിനകത്ത് പാട്ടിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് അത്. ഇത് സോഷ്യൽ മീഡിയ അത്ര ബുദ്ധിമുട്ടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം അതിൽ അങ്ങനത്തെ ഒരു ഏരിയ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കോൺക്രീറ്റ് വനത്തിനോരത്തിൽ അപ്പം അത് എനിക്ക് എൻ്റെ ഒരു പുതിയൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മലയാളത്തിൽ അത് ചെയ്യണ റാപ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ഫെജൊക്കെ അതിൻ്റെ ആളാണ്. ഫെജൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരണ കാണണം ഭയങ്കര. ഇപ്പോൾ ഈ സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു ഊണിന് വേണം സാമ്പാർ. സാമ്പാറിനകത്ത് ഫെജോൻ്റെ വോയിസ് ഒന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഡാപ്സിയുടെ ഒക്കെ ഫ്ലോ ഒക്കെ വേറെ സീനാണ്. പക്ഷെ അതിനകത്ത് ഫെജോൻ്റെ ഒരു ലിറിക്കൽ സാധനമുണ്ട്. ഫെജോനാണ് ഈ കളിയിൽ വേറെ ഒരു ടോപ്പ് നോച്ച് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഫെജോനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ സാധനം കുഞ്ഞിങ്ങനെ ചെയ്യാൻ പറ്റും ഒരു സാധനത്തേക്ക് ഞാൻ എത്തുന്നത്. അതുപോലെ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇത്രയധികം ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. ഫെജോനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ, ഡാപ്സി പോലുള്ള ഒരു മെലഡി മേക്കർ. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര കിട്ടുകയാണ് ഇവരൊക്കെ ഉള്ളത് കാരണം. ഭയങ്കര ബ്ലെസ്ഡ് ആണ് നമ്മൾ ഇപ്പോഴുള്ള ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകൾ. അവർ നല്ല മെലഡിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ നമുക്കുണ്ടല്ലോ, നമുക്കൊരു വാശിയാണ് അവരുള്ളത്. എല്ലാവർക്കും ലൈക്ക് ഒന്നാമത്തെ കാര്യം കേരളത്തിലുള്ള മാതിരി ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിലുള്ള സാഹോദര്യം ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് മല്ലു ഇൻഡിപെൻഡൻറ്റ് ഇൻഡസ്ട്രി ഭയങ്കര വലുത് ആവാനുള്ള ഒരു വലിയ കാര്യം. ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള കാര്യമാണ്. ഇവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വർക്കൊക്കെ ചെയ്യാറുണ്ട്. സത്യം. വേറൊരു ഇൻഡസ്ട്രിയിൽ അതങ്ങനെ നടക്കണം ഞാൻ കണ്ടിട്ട്. അത്രയും കോംബോ കിട്ടില്ല. ഇല്ല, ഭയങ്കര പിന്നെ ഭയങ്കര ഈഗോ പിടിച്ച് സോറി ലൈക്ക് ആർട്ടിസ്റ്റുകളാണ് ഞാൻ കണ്ടാക്കുന്നത് ഒരുപാട് പേര്. കേരളത്തിൽ അങ്ങനത്തെ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഉണ്ട്, പക്ഷേ കേരളത്തിൽ ഇച്ചിരി കൂടി സ്മൂത്താണ് കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രി. അതുമാത്രമല്ല, ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒരാളൊരു പെർട്ടിക്കുലർ കോൺസേർട്ട് ആണെങ്കിൽ പോലും നിങ്ങൾ ആദ്യമേ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഹനുമാൻ കൈൻഡിൻ്റെ കോൺസേർട്ട് ഇവിടെ കൊച്ചിയിൽ നടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല തിരുമാലി വരും എന്നുള്ള കാര്യം. തിരുമാലി അവിടെ ഠാക്കെന്ന് പറഞ്ഞ് വരുന്നിടത്താണ് അവിടെ വിസിലടിയും കയറി. ഹനുമാൻ കൈൻഡിനെ കണ്ട സന്തോഷം, MC കൂപ്പറിനെ കണ്ട സന്തോഷം, പരിമളിനെ കണ്ട സന്തോഷം, നോക്കിയപ്പോൾ തിരുമാലി. അത് നിങ്ങളുടെ ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ കഥയാണത്. അതായത് അത് വേറെ ആരും അത് അങ്ങനെ ചെയ്യില്ല. ഞാൻ ലൈക്ക് ഇന്ത്യ മുഴുവൻ ഹിപ്പ് ഹോപ്പിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ
ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ വേറെ ആർട്ടിസ്റ്റിനെ കൊളാബിന് വിളിക്കുകയും പെർഫോമൻസ് ചെയ്യാൻ വിളിക്കുന്നത് ഭയങ്കര റയറാ. അതിപ്പോൾ സൗത്തിലുണ്ട്, തമിഴ്നാട്ടിലും കേരളത്തിലും അത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അസൽ കോളാറ് ഒക്കെ വന്ന് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ അസലിലെ ബ്രദേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അസൽ ഫ്ലോർ ചെയ്തിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ബ്രദർഹുഡിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലുള്ള ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രി ഭയങ്കര സ്ട്രോങ് എന്ന് പറയുന്നത്. അയ്യോ അത് ഭയങ്കര രസമാണ് കേട്ടോ. ആക്ച്വലി നിങ്ങളാരും പൈസ പോലും നോക്കാനുള്ള അതിൻ്റെ അകത്ത് നമുക്കറിയാം. കാരണം നമ്മളിപ്പോൾ വളരണല്ലോ, മനസ്സിലായോ? ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രി ഇപ്പോഴാണ് നമ്മളതിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയത്. സിനിമ വേറെ, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുള്ള സാധനം ഇപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് സിനിമ ലൈക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ സിനിമ പാട്ടല്ലേ നമുക്കറിയുള്ളൂ. പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സിനിമയിലുള്ള ഒരു സാധനമാണ്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണെന്നുള്ള സാധനം നമുക്ക് അത്ര പോപ്പുലർ അല്ലായിരുന്നു അത്. അപ്പോൾ അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്താണ് നമ്മളെല്ലാവരും യുണൈറ്റ് ആയിട്ടിരിക്കേണ്ടത്. ഇതൊക്കെ ഭയങ്കര ശണ്ട കൂടാതെ നമുക്ക് പതുക്കെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ യുണൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ലൈക്ക് ഇൻഡസ്ട്രിക്ക് വലിയ ഇതായിരിക്കും അത്. അത് പറയുമ്പോൾ എനിക്കും ഭയങ്കര ആവേശം, സന്തോഷം അത് പറയുമ്പോഴേക്കും. അതായത് നമ്മളെ ഇപ്പോൾ ഗാന പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്. ഇപ്പോൾ നേരത്തെ അസൽ കോളറിൻ്റെ കാര്യം പെട്ടതിന് ഓർത്ത് തന്നെ ഗാന ബാല ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾ തമ്മിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പോലും അറിയാണ്ടൊരു സൗഹൃദം നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ ഗാനബാല സാറൊക്കെ നമുക്കറിയാം ഭയങ്കര ഭയങ്കര സീനിയറുമാണ്. എങ്ങനെയാണ് ഗാനാപ്പാട്ടുകൾ ഇത്രയും മനസ്സിൽ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ തമിഴാണ്. അപ്പോൾ അങ്ങനെയാണ് തമിഴിനോടുള്ള ഒരു സാധനം ചെറുപ്പം തൊട്ടേ കേൾക്കണത് തമിഴാണ്. പിന്നെ എൻ്റെ മെജോറിറ്റി ഓഫ് തോട്ട്സ് ഞാൻ തമിഴിലായിരിക്കും ചിന്തിക്കുക. നമുക്കതെന്തോ ഭയങ്കര സമാധാനം തരുന്ന ഒരു ഭാഷയാണ് എനിക്ക്. കൂടുതലും കേൾക്കുന്നതും തമിഴ് പടങ്ങളും കേൾക്കുന്നത് തമിഴ് പാട്ടുകളും കാണുന്നത് തമിഴ് പടങ്ങളൊക്കെയാണ് വീട്ടിൽ. സൺ ടി വി ആണ്, സൂര്യ ടി വി നെഹിഹെ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാകും. അപ്പം അങ്ങനെയാണ് തമിഴിനോട് കൂടുതൽ ക്രേസ് ആവാനുള്ള കാര്യം. ഗാനപ്പാട്ടുകളിലേക്ക് ഞാൻ കടക്കാൻ സിനിമ തന്നെ കാര്യം. സിനിമയാണ് ഗാനപ്പാട്ടുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ യൂട്യൂബൊക്കെ കയ്യിൽ കിട്ടിയിരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എനിക്ക് ഈ ഗാനപ്പാട്ടുകളുടെ ഒരു റിയാലിറ്റി ഉണ്ട്, അതിനൊരു സത്യമുണ്ട്. അത് സത്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒപ്പാരി എന്നൊക്കെ പറയും, മരണത്തിന് പാടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒപ്പാരീസിലൊക്കെ ഒരു പെയിൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞൊരു, അത് പാടാനൊരു മീറ്ററൊക്കെ വേണം, മനസ്സിലായോ? എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. ഇപ്പോൾ ഒരു ശുദ്ധസംഗീതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് പാടാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കില്ല ഒപ്പാരി. അത് ആ ഫീലിങ്സിലോട് കൂടി തന്നെ ഒരാളെ കൊണ്ട് പാടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊരു നാട്ടുപുറ ഗായകന് തന്നെ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈവൻ എന്നെ ഞാൻ ശ്രമിക്കാറേ ഇല്ല ഒപ്പാരി പാടാനൊന്നും. ഞാൻ പാടുന്ന കേട്ടിരിക്കാറുണ്ട്. അപ്പോൾ ഒപ്പാരീസ് അതേമാതിരി തമിഴ് ഗാനാപ്പാട്ടുകൾ. ഇപ്പോൾ എനിക്ക് ഒരുപാട് തമിഴ് സുഹൃത്തുക്കളുണ്ട്, അനിയന്മാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എനിക്കറിയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ അറിയുന്ന ഗാന ആർട്ടിസ്റ്റുകൾ ഇഷ്ടം വരികയാണ് ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പിള്ളേരെ കൂടെയൊക്കെ പോകുമ്പോൾ ഇവരെപ്പോഴും ചെറിയ ഡോലാക്ക് അതേമാതിരി ഒരു സൊമ്പ് എന്ന് അവർ പറയാം, അത് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ കൂജ പോലത്തെ മറ്റേ ചെമ്പില്, ചെമ്പിന്റെ ഒരു കൂജ, അതിനാണ് അവർ മണ്ണല്ല ചെമ്പിന്റെ, അതിനാണ് ഒരു സൊമ്പെന്ന് പറയാം. അതിനകത്ത് വെള്ളം വെച്ച് ഡോലാക്ക് എടുത്തിട്ട് ഈ റാപ്പ് ബാറ്റിൽ ഉണ്ടല്ലോ, റാപ്പ് ബാറ്റിൽ മാതിരി ഗാന ബാറ്റിൽ നടക്കും. അത് ലൈവാണ് നടക്കുന്നത്, എഴുതി കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല, ലൈവ് പോയിക്കൊണ്ടിരിക്കണത്. അപ്പം കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ റാപ്പ് ബാറ്റിലൊക്കെ കണ്ട് നമ്മൾ ഞെട്ടാറില്ലേ, അതിൻ്റെ ആൻസിയൻറ്റ് സാധനമാണത്. അത് ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, കാരണം നമുക്ക് കിളി പോവും. കാരണം അത്രയും നിമിഷ കവികളാണ് ഇവരെ. പെട്ടെന്നാണ് ആ സാധനം എഴുതി അതിനെ ഭയങ്കര പ്രാസത്തോട് കൂടിയിട്ട് അതിനെ പുറത്ത് കൊണ്ടുവരാന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല, നിസ്സാര ചില്ലറ കാര്യമല്ല. പക്ഷെ തീരെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളൊരു ആർട്ട് ഫോമും കൂടിയാണ് ഗാനിയും ഒപ്പാരി ആർട്ടിസ്റ്റുകൾ, പറയി ഇസൈ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇതിനൊക്കെ ഈ സാധനത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമമൊക്കെയാണ് എൻ്റെയും. പിന്നെ പാരഞ്ചിത്തണ്ണനൊക്കെ മാസം എല്ലാ ഡിസംബർ മാസങ്ങളിലും മാർഗഴിയിൽ മക്കളിസൈ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തും തമിഴ്നാട്ടിൽ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഈ
ആർട്ടിലെ വർണ്ണമേധാവിത്വത്തിനെതിരെയൊക്കെ നിലനിൽക്കുന്ന ഒരു വലിയ ആർട്ടിസ്റ്റാണ് അയാൾ. എവിടെ പറഞ്ഞ എവിടെ എത്തില്ല നമ്മൾ. അല്ല പക്ഷെ ഇതൊക്കെ സത്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഗാനയിൽ തുടങ്ങി നമ്മൾ സംഗീതത്തിലും കലയിലുമുള്ള വർണ്ണ വിവേചനത്തിൽ വരെ എത്തി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കുന്ന അത്രയും നല്ല നല്ല കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവർക്ക് കേൾക്കാനായിട്ട് ഉള്ള കാര്യങ്ങളാണല്ലോ. ഈ പറഞ്ഞല്ലോ ഇപ്പോൾ പാരഞ്ജിത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാരഞ്ജിത്ത് സാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ദേവാ സാറാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ മറ്റൊരാൾ ഈ പറഞ്ഞ ഗാനയിലെ സിനിമയും എല്ലാം കൂടിയല്ലേ. ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ചെയ്യുന്ന ഈ തൊഴിൽ എന്ന് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, തെറ്റല്ലല്ലോ. അല്ല ജോലി തൊഴിൽ, ജോലി എന്നുള്ളൊരു റിഫൈൻഡ് വാക്ക് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ തൊഴിൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ദേവാസാറൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ട് ദേവസാറാണ് മറ്റേ ഈ പ്രേമ പാട്ടുകൾ എന്തുകൊണ്ട് ഗാനയായിക്കൂടാ എന്ന് പറഞ്ഞിട്ട് സാധനം അത് ആളുടെ അതും അജിത്തൊക്കെ അന്ന് മറ്റേ പ്രണയ നായകനാണ്. അപ്പൊ അജിത്തിനെ വെച്ചിട്ടൊക്കെ ഒരു അജിത്തിന്റെയും മീനയുടെയും തോന്നുന്നു ഒരു പടമാണ്. മീനാച്ചി മീനാച്ചി അണ്ണൻ കാതൽ എന്നാച്ചി, മീനാച്ചി മീനാച്ചി അണ്ണൻ കാതൽ എന്നാച്ചി, തൂങ്ങി ரொம்ப நாளாச்சு 4 வருஷம் വീണാച്ചി, ഒത്തുക്കമ്മ ഒത്തുക്കമ്മ ഒത്തുക്കമ്മ. കേട്ടില്ല പാട്ട്? ഞാൻ കേട്ടിട്ടില്ല. എന്റെ പൊന്നേ, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നായകനും നായികയും തമ്മിൽ പ്രേമത്തിലാണ്. പക്ഷെ അവനോട് പുള്ളിക്കാരി ഇവൻ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരി ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ഹംസം ഒരു നടുനിലക്കാരൻ വന്നിട്ട് പുള്ളിക്കാരി എടുത്ത് പാടുകയാണ്, പാടി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എൻ്റെ അണ്ണനെ പ്രേമിച്ച കുഴപ്പമൊന്നുമില്ല, അണ്ണൻ അടിപൊളി മനുഷ്യനാണെന്നുള്ള സാധനമാണ്. അത് ഗാനയിലാണ് വരുന്നത്. അത് അന്ധകാലത്തിൽ ശുദ്ധസംഗീതം മാത്രം തമിഴ് സിനിമേനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് ഗാനയായി ഒരു ഗാനയിലൊരു പ്രേമപ്പാട്ട് അതിനകത്തുള്ള ലിറിക്സ് ഒക്കെ കിട്ടുന്ന ഞെട്ടും നമ്മള്. വത്തിപ്പൊട്ടീനാ 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 കുച്ചിങ്ക ഒരസത്താ, പത്തിക്കിച്ചിന്ന ബീഡി കൊളുത്തതാ. കാറിൽ ഇത് 5 പ്രാവശ്യം കേൾക്കണം. ദേവാസാറല്ലേ പാടിയ സാറിന്റെ ടച്ചസ് ആണത്. ആ ലാസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ സാറിന്റെ ദേവാസാർ സിഗ്നേച്ചർ ആണ് അതൊക്കെ. അയ്യോ നമ്മള് പറഞ്ഞു എനിക്ക് വേണം നമ്മൾ രണ്ടുപേരും മ്യൂച്വൽ കുറെ നമ്മൾ ആരാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിയതാണ്. നമ്മള് തിരിച്ച് നമ്മുടെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ള ആ പാട്ട് തന്ന ഒരു ഇടമുണ്ട്. അല്ലെങ്കിൽ അത് വാങ്ങിച്ചെടുത്ത ഇടമാണ്, അല്ലെങ്കിൽ നമ്മൾ പാടി ഉണ്ടാക്കിയ ഇടമാണെങ്കിൽ പോലും അതൊരു ഗംഭീര ഇടമാണ്. ഇപ്പോൾ സംസ്ഥാന അവാർഡും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറഞ്ഞ ഇപ്പോൾ ആ പാട്ടിലേക്ക് എത്തിയതും ഒക്കെ ഭയങ്കര രസമുള്ളൊരു യാത്ര. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് സിനിമയോടെ തന്നെയാണ്. കാരണം സിനിമ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഒരു വലിയ മാധ്യമമാണ്. ഒരു ഇൻഡിപെൻഡന്റ്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു ഫിലിം ഓറിയന്റഡ് ഒരു പുരസ്കാരം കിട്ടുന്നത് ആദ്യമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം അത് കിട്ടാൻ എനിക്ക് കാരണം സിനിമ തന്ന ഒരു വഴിയാണ്. കാരണം അത് കൂടുതൽ ആളുകളുടെ ഉള്ളിലേക്ക് ആ ആർട്ട് ഫോമിനെ എത്തിക്കും എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പം അതിന് ചിദംബരം ചേട്ടനോടും അതേമാതിരി മഞ്ഞുമൽ ബോയ്സിൻ്റെ എല്ലാ ക്രൂവിനോടും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ അത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എന്നെ ആദ്യം വിളിക്കണത് IM വിജയൻ. വിജയേട്ടൻ എന്നെ വിളിച്ചിട്ട് മോനെ കൺഗ്രാജുലേഷൻ. അപ്പം എനിക്ക് മുന്നേ അറിയാം എന്തൊക്കെയോ സാധനം നടക്കുന്നുണ്ട്, എന്തോ സംഭവിക്കും നാളത്തേക്ക് അറിയുള്ളൂ എന്നറിയാം. അപ്പോൾ വിജയേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മോനെ കൺഗ്രാജുലേഷൻസ്. അപ്പം എനിക്ക് ഡൗട്ടായി, ഇനിയിപ്പോൾ ശരിക്കുണ്ടോ? എന്നെ വിജയേട്ടനോട് ചോദിച്ചാൽ എന്താ വിജയേട്ടാ അത് ശരി നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എടാ നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്, നല്ല പാട്ടുകാരനാണെന്നാ പറയണത്. അപ്പം പാട്ടുകാരനോ ഞാനോ? അപ്പോൾ അതെന്ത് പറഞ്ഞാൽ നല്ല പാട്ടുകാരനോ ഞാനോ? എന്ത് കോമഡിയത്. പിറ്റേ ദിവസം TV വെച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ലൈക്ക് അനൗൺസ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയണത് ഓക്കെ എഴുത്തുകാരനുള്ള അവാർഡാണ് കിട്ടിയാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ എഴുത്തുകൾ ചർച്ച ചെയ്യപ്പെടും. കാരണം ഞാൻ അത്ര പണിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ എഴുത്തുകൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഈ പണിയെടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കാണ് വേടൻ്റെ ഹോംവർക്കുകൾ എങ്ങനെയാണ്? നമുക്ക് ഈ എഴുതാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ മറ്റുള്ള എഴുത്തുകാരെന്താണ് വായിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മുന്നേ നടന്നവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ ഒത്തവണ്ണം ആവണമെങ്കിൽ അവരെന്ത് വായിച്ചിട്ടുണ്ടാവും അറിയണമല്ലോ. അപ്പോൾ എന്ന് ഞാൻ പറയാറുള്ള പോലെ വേടൻ എന്തൊക്കെയാണ് വായിക്കുന്നത്? വേടൻ്റെ ഹോംവർക്ക് എങ്ങനെയാണ് നടക്കുന്നത്? ഞാനങ്ങനെ എല്ലാ എഴുത്തുകാരും വായിക്കുന്ന പോലെ എൻ്റെ എഴുത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി വായിക്കുന്ന ഒരാളല്ലേ. ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്.
കാരണം ഞാൻ ഭയങ്കര അഴുക്ക് ചാലിന്ന് ജനിച്ചു വളർന്ന് അവിടെ ജനിച്ച് അവിടെ വളർന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര മോശപ്പെട്ടൊരു മനുഷ്യനുണ്ട്. ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് സഹിക്കാൻ പറ്റാത്ത അത്രയും മോശപ്പെട്ടൊരു മനുഷ്യനുണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും ഉള്ളിലുള്ള പോലെ. അത് അത് ഒളിച്ച് മറച്ച് വെക്കാനായിട്ട് പഠിച്ചുള്ള ഒരാളും അല്ലെന്ന് ഞാൻ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഏരിയയിൽ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി സൗമ്യനാവാനും എന്നെ ഇച്ചിരി കൂടി പൊതുബോധവും സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരനുമായി ഞാൻ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വായനകളാണ് ഞാൻ വായിക്കാറ് മിക്കപ്പോഴും. ഇന്റർനാഷണൽ അല്ലെങ്കിൽ പ്രാദേശികമെന്നൊന്നും ഇല്ലാതെ എല്ലാ പൊളിറ്റിക്കലായിട്ടുള്ള പുസ്തകങ്ങളും ഞാൻ വായിക്കും. മാസികാസ് ഒരുപാട്, മാഗസീൻസ് ഒരുപാട് വായിക്കും ഞാൻ. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൂടുതൽ ജിയോ പൊളിറ്റിക്സിനെയൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ ഉം. ഒക്കെ. അല്ലാതെ എൻ്റെ എഴുത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വായനയല്ല അത്. അത് എന്നെ തന്നെ ഒരു പുതിയ മനുഷ്യനാക്കി എടുത്താലും നല്ലൊരു മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വായനയാണ്. അങ്ങനെയാണ് ഞാൻ വായനേനെ കാണുന്നത്. അതെൻ്റെ എഴുത്തിനെയും മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും തിരക്ക് പിടിച്ചിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ തിരക്കുണ്ടാവണം. ആ തിരക്കാണ് ലൈഫിൻ്റെ. ഇപ്പം വേടൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു, ആ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. സ്നേഹത്തെക്കുറിച്ച് വേറെ കാര്യം ചോദിക്കാനുണ്ട്, അത് പറയാം. അപ്പോൾ ആ സ്നേഹം ആഗ്രഹിച്ചിരുന്നു പറഞ്ഞ പോലെ ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെയാണ് ഇത് വായിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഇങ്ങനെ സമയം കണ്ടെത്തും? ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഒരു പുസ്തകം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസമായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ പുസ്തകവും അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അത് വെറുതെ ഒരു നോവലല്ല, വായിച്ച് കളയേണ്ട ഒരു സാധനമല്ല. ഏത് പുസ്തകമാണത്? ടി എസ് ശ്യാംകുമാർ മാഷിൻ്റെ ഹിന്ദുത്വ ഇന്ത്യ എന്നുള്ളൊരു പുസ്തകമാണ്. അത് ഒരു 3 മാസമായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഒരു പഠന ഗ്രന്ഥമാണ് അത്. അത് പഠിക്കേണ്ട ഒരു സാധനം, അല്ലാതെ വെറുതെ ഒരു സാധനം വായിച്ചൊരു സ്ഥലത്ത് എടുത്ത് വെക്കേണ്ട ഒരു പുസ്തകമായിട്ടല്ല അതിനെ ഞാൻ കണക്ക് കൂട്ടുന്നത്. അത് ടി.എസ്. ശ്യാംകുമാർ മാഷിൻ്റെ എല്ലാ കൃതികളും അങ്ങനെ തന്നെയായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് നിന്ന് എൻ്റെ എഴുത്തിലേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതും വായിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ തന്നെ ഒരു പുസ്തകമാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് മദർ മേരി കംസ് ടു മീ ഒന്ന് വായിച്ച് തീർക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അരുന്ധതി അമ്മയുടെ ഭയങ്കര വലിയ ആരാധകനാണ് ഞാൻ. എല്ലാ കാര്യങ്ങളിലും അല്ല, അവരുടെ ചില സ്പീച്ചുകളും ചില എഴുത്തുകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്നതാണ്. ചില തുറന്നു പറച്ചിലുകൾ ഭയങ്കരമാരോ അവരൊക്കെ എങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ അറിയിക്കണം. അവരെന്നൊക്കെ എപ്പോൾ കൊല്ലേണ്ടതാണ് അവരെന്നൊക്കെ. അപ്പോൾ ഭയങ്കര ധൈര്യം എനിക്ക് ലൈക്ക് നമ്മളെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരെ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഭയങ്കര ധൈര്യത്തിന് ഉടമയുള്ള ഒരു അമ്മയാണ് അവർ. അപ്പോൾ എനിക്ക് അവരെ ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു തീർക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതൊന്ന് വായിച്ചു തീർക്കണം. പിന്നെ സാറാമ്മയുടെ 2-3 പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ, സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ നേരം കിട്ടുന്നില്ല നമുക്കൊന്നും. പക്ഷേ ഈ തിരക്ക് നെസസറിയാണ്, ഈ തിരക്ക് വേണം. ബേജാറില്ലേ? ഇതൊക്കെ വ്യക്തമായ പൊളിറ്റിക്സ് അറിയിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഞാനിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് പറയും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ നീണ്ട നിരയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ തീരുന്നല്ല. ഇതിപ്പോ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പറഞ്ഞതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ തീരുന്നതല്ല. നമുക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാലും വായിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും പുസ്തകങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വായിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മളിപ്പോഴും ഒരു ചൈൽഡ് തന്നെയാണ്, നമ്മളിപ്പോഴും കടന്നിട്ടല്ലേ ഉള്ളൂ ഇതിനകത്തേക്ക്. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ടുള്ളത്. ഇപ്പോൾ വേടൻ ഇതിന് പറഞ്ഞപ്പോൾ ഞാൻ തമാശയായിട്ട് നോക്കിയിരുന്നു. വേടൻ പണ്ട് പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഞാൻ ഈ വരികളൊക്കെ അവിടെ നിന്നെങ്കിലൊക്കെ ചുരണ്ടിക്കൊണ്ടുവരുന്ന മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തമാശ നോട്ട്, ഇത് എവിടെ നിന്ന് ചുരണ്ടെന്നൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ചില വരികളൊക്കെ ഞാൻ ചുരണ്ടാറുണ്ട്. പക്ഷെ അത് എൻ്റെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള സാധനം അല്ല, ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇതൊരാൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതും അതും കൂടി നമ്മുടെ ബുദ്ധിയും എല്ലാം കൂടി വന്നിട്ടൊരു വേറൊരു മിക്സ്ചർ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. പിന്നെ നിങ്ങളുടെ എളിമ കൊണ്ട് നിങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഞങ്ങൾ ആരാധകർ ധരിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഞാനത് പറഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് മനസ്സിലാവണമേ ഇത് ഇവിടെ ഇത് ഇതാണല്ലായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലായിരുന്നു. പിന്നെ അതിപ്പോ പറയണവര് ഇപ്പൊ എന്താ കുഴപ്പം? അതങ്ങനെ ഉണ്ടായതാ, ഇപ്പൊ എന്താ? അല്ല, എഴുതി തുടങ്ങിയിരിക്കുന്ന ഓരോ ആളും എഴുതുന്നത് മറ്റൊരാളുടെ സ്റ്റൈല് കടമെടുത്തിട്ടല്ലേ? തീർച്ചയായിട്ടും ഞാനൊക്കെ ഈ യോഗി ബി പോലെ എഴുതണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെയൊക്കെ ഇപ്പോഴും എൻ്റെ ആഗ്രഹമൊക്കെ അംബേദ്കറെ പോലെ സംസാരിക്കണം എന്നാണ്. ഞാൻ വേടനെ പോലെ സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് വേറെ ആളാണ്. നമ്മളെ ഈ സ്നേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഞാൻ കണ്ണാന്നോ മോനെന്നോ എങ്ങനെ വിളിച്ചാലും ഇപ്പോൾ മോൻ ചെല്ലുമ്പോഴേക്കും ഒരു കൂട്ടം അമ്മമാർ പറയാണ്, മോനിത് ഞങ്ങൾക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്, അത് നമ്മുടെ കൊണ്ടൽ പാട്ടാണ്,
അത് എഴുതുമ്പോൾ വിചാരിച്ചിരുന്നു അങ്ങനത്തെ ഒരു റീച്ചിലൂടെ, അതായത് ഉം. കടലിന്റെ ഓരത്ത് താമസിക്കുന്ന അമ്മമാർക്ക് ഇത് അവരുടെ പാട്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല നമുക്ക് ആ പാട്ട് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പാട്ടാണ് അത്. കാരണം അത് ഇത്രയും അത് എനിക്കും ഒരേപോലെ തന്നെ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഉം. സാം ചേട്ടനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ഗിഫ്റ്റായിരുന്നു ആ പാട്ട്. എനിക്ക് തോന്നുന്നു സാം ചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത പാട്ടുകൾ എനിക്ക് വർക്കാണ്. സാം ചേട്ടൻ എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. ആൾക്ക് എൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കാനും എനിക്കെന്താ വേണ്ടതെന്നൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങളധികം കാണലും അധികം അങ്ങനെ വലിയ ബ്രദർ സാധനമൊന്നുമില്ല. ഉം. പക്ഷേ പുള്ളിക്കാരൻ എൻ്റെ ഉള്ളിലെ ആർട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ നല്ല ബോധമുണ്ട്. ഉം. എൻ്റെ സൗണ്ട്സ് ഏതാണ്, എൻ്റെ വോക്കൽ കോഡിനെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ചെവിയാണ് പുള്ളിക്കാരൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ പാട്ട് അങ്ങനെ പുള്ളിക്കാരൻ്റെ മെലഡിയാണ് ഈ പാട്ടിൽ ആ. എനിക്ക് ആവശ്യമുള്ള മെലഡി ആളുടെ കയ്യിലുണ്ട്. സത്യം ആ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആണ് അതൊരു മുത്താണ് സാധനം. ആണ് ആണ്. സാം ചേട്ടൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള മെലഡി ഉണ്ട്. പിന്നെ ആ പടം അഞ്ചുതെങ്ങിലാണ് അത് ഷൂട്ട് ചെയ്യണത്. പടം മൊത്തത്തിൽ അങ്ങനെ കേരളത്തിൻ്റെ സൗത്ത് സൈഡിലുള്ള കടലോര ജനങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വരികൾ അവിടുത്തെ അമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് എഴുതിയേക്കണത്. പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ആ വള്ളം മണയുമോ ഉറപ്പില്ലല്ലോ. ലൈക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നും പറഞ്ഞിരുന്നത് ബോഡി കിട്ടൂല ഉം. ഇവര്. അപ്പോൾ ബോഡി കിട്ടാതിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴി കുത്തിയിട്ട് നടക്കും ബോഡി ഉള്ളതായിട്ട് വിചാരിച്ചിട്ട്. അതൊക്കെ എന്തും മറ്റേ സാധനമാണ്. ഈ മരണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ താഴേക്കിട ജനങ്ങൾക്ക് മരണം ഒരു വലിയ ബർഡനാ. ഉം. അവിടെ ഒരു മനുഷ്യൻ മരിച്ചു പോവുകയല്ല ചെയ്യുന്നത്, ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സോഴ്സ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മരണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഭയങ്കര ഒരു ശാപമാണ് ഞങ്ങൾക്കത്. ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോകല്ല ചെയ്യുന്നത്, ഒരു കുടുംബത്തിൻ്റെ വലിയൊരു ഇൻകം, ഒരു വലിയൊരു താങ്ങൊക്കെ ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. അതെനിക്ക് ലൈക്ക് ഇതിപ്പോൾ എന്തിനിപ്പോൾ അത് പറയണത് പെട്ടെന്ന് മരണത്തെക്കുറിച്ച് വന്നപ്പോൾ അങ്ങനെ വന്നത്. ഞാനിപ്പോഴേ ചെന്നൈയിൽ ഗോഡ്സ് ആൻഡ് സോൾജേഴ്സ് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അത് ഗോലി സോഡ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഗോലി സോഡയുടെ 3rd ഭാഗമാണ്. വിജയ് മിൽട്ടൺ സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ എൻ്റെ ഒരു അനിയൻ ചെക്കനുണ്ട് അവിടെ, ഭഗത്ത് എന്ന് പറഞ്ഞിട്ട്, നല്ലൊരു മോനാണ്. അപ്പോൾ ഇവൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും, ചേട്ടാ ഇങ്ങനെ ഒരാൾ ചേട്ടന് ആൾ VCK എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ കക്ഷിയുണ്ട് അവിടെ, വിടുതലൈ ചിരുത്തെ കക്ഷിയാണ്. അപ്പോൾ VCKയിലെ ഒരു മെമ്പറൊക്കെയാണ്. ദളിത് രാഷ്ട്രീയം സംസാരിക്കുകയും ഭയങ്കര അംബേദ്കറായിട്ടുള്ള ഒരാളാണ്. എൻ്റെ വയസ്സുള്ളൂ 31 വയസ്സ്. ആൾക്ക് ഒരു വയസ്സുള്ള ഒരു കൊച്ചൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ട് ഈ ഭഗത്ത് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ ഞാൻ ഷൂട്ടിന് പോയ സമയത്ത് ഇവനെ വന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ പറയാറില്ലേ, ആളൊന്നും കാലത്ത് മരിച്ചു പോയി, ആളൊന്നും കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ തകർന്നു പോയി. 31 വയസ്സുമായിട്ടുള്ള പണ്ടാടകനായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചത്. അപ്പം ഞാൻ ആ വീട്ടിലേക്കൊന്ന് പോകാം, അതൊന്നും ഒരു മര്യാദയാണല്ലോ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ പോകുമ്പോൾ ബോഡി എടുത്തിട്ടുണ്ടാകുന്നില്ല, ബോഡി ഉണ്ട് അവിടെ, ഞാനത് അറിഞ്ഞിരുന്നില്ല. ലൈക്ക് അപ്പോൾ അവിടെ പോയപ്പോൾ ലൈക്ക് ഈ അമ്മയും പുള്ളിക്കാരൻ്റെ വൈഫ്, എൻ്റെ അനിയത്തിയുടെയൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. എൻ്റെ അനിയത്തിൻ്റെയൊക്കെ പ്രായം കുറവാണ്, ഒരു 25 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു കുഞ്ഞുണ്ട്, ഒരു ചെറുതുണ്ട് കയ്യിൽ. ഈ ചെറുതിനെ വേഗം എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നിട്ട് ഈ അമ്മ കരയാൻ തുടങ്ങി. ലൈക്ക് ഇവരുടെ കരച്ചിലിൽ നിന്നുണ്ടാവുന്ന സാധനം ഇവർക്ക് എല്ലാം വേറെ ഒന്നുമില്ല ഇനി ഇവരുടെ ലൈഫിൽ. അത് പ്രത്യേകിച്ച് മരണം ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന മനുഷ്യന്മാരാണ് അത്രയും മോശപ്പെട്ട രീതിയിലാണ് ബാധിക്കണമെന്നുള്ളൊരു റിയലൈസേഷനാണ് എനിക്ക്. അത് ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമാണ്. മരണം നമ്മളെ ബാധിക്കുന്നത് വേറെ രീതിയിലാണ്. അതൊരു കുടുംബത്തിൻ്റെ വലിയൊരു കൈത്താങ്ങനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന സാധനമാണ്. കാരണം അവർക്കൊന്നും സ്വന്തമായിട്ട് ജീവിക്കാൻ വരെ വീടില്ലാത്ത ആൾക്കാരാണ്. അവർ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ കുഞ്ഞു വാടകയ്ക്ക് തീപ്പെട്ടി കൂടുമായിരുന്ന സ്ഥലങ്ങളിൽ ജീവിച്ച് വളരുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ തീവ്രത സംസാരിക്കുമ്പോഴേ കേരളത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാത്തതിൻ്റെ ഒരു കാര്യം അതാണ് മെയിനായിട്ട്. ഞാൻ 2 ഇടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന്. ഉം.
അപ്പോൾ എനിക്ക് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ജാതിയുടെയും ഏറ്റവും എക്സ്ട്രീം അവസ്ഥ കണ്ടിട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെന്നത്. നിങ്ങൾക്കത് കേരളം പോലുള്ളൊരു സമൂഹത്തിൽ അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുകൊണ്ട് അതില്ല എന്നുള്ളതല്ല. അങ്ങനെ ധരിക്കരുത്. അങ്ങനെ ധരിക്കരുത് എന്നുള്ളതാണ് സാധനം. കാരണം നമ്മുടെ അതിർത്തികളിൽ അതുണ്ടെന്നേ. നമ്മുടെ ഉള്ളിൽ അതുണ്ട്. നമ്മൾ ഒരുപാട് കൾച്ചറുകളുടെ മിക്സും ഒരുപാട് രാഷ്ട്രീയത്തിൻ്റെ മിക്സൊക്കെ ഉള്ള കാരണം ഇച്ചിരി ഉയർന്ന ചിന്താഗതിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് മലയാളികൾ. ഒരു പൊടിക്ക് അതിന് ഇനിയിപ്പോൾ നാളെ ഇതിന് ട്രോള് തന്നെ. അപ്പോൾ ഇതൊന്നും എത്തിച്ചേരാത്ത ഇപ്പോഴും തീവ്രമായിട്ടുള്ള ജാതീയത കിടന്ന് ഡാൻസ് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ ഇത്രയും അധപതിച്ച് കിടക്കുന്ന സാമൂഹ്യനീതി ഇല്ലാത്ത ഒരു വൃത്തികെട്ട രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ അതൊക്കെ ഇച്ചിരി നന്നായിരിക്കും. പറ്റുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് സൗത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നോർത്ത് കർണാടകയൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത്ര നോർത്തേക്കും പോകണ്ട. നോർത്ത് കർണാടക തന്നെ യാത്ര ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ നമ്മൾ എത്രയും മോശപ്പെട്ടൊരു സാമൂഹിക അവസ്ഥയിലാണ് ജീവിച്ചിരിക്കണമെന്ന്. അപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എനിക്കുള്ളൊരു ഏറ്റവും വലിയൊരു സാധനമുള്ളൂ വേടനാണ്. ഇവിടെ ജാതി പറയുന്ന ഒരാൾ, ഇവിടെ ജാതിയെ സ്പോൺസർ ചെയ്ത് ജാതി വിറ്റ് കാശാക്കുന്ന ഒരാൾ വേടനാണല്ലോ. അപ്പം എനിക്കതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ നിങ്ങളൊന്നും അധികം നോർത്തേക്കൊന്നും പോകാണ്ടേ വെറുതെ നമ്മുടെ ബോർഡറൊക്കെ ഒന്ന് കടന്നു പോവാ. നമ്മൾ എത്രയും മോശപ്പെട്ട സാമൂഹിക അവസ്ഥയിലാണ് ജീവിക്കണമെന്ന് മനസ്സിലാക്കിയതാ. പിന്നെ ഇതൊക്കെ ഇവന്മാർക്ക് അറിയാൻ ചേട്ടാ. നമ്മളെ ഇപ്പോൾ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, മരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ ഞെട്ടിയൊരവസ്ഥ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നത് കോവിഡും അതിനോട് തുടർന്ന് വന്ന വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു കോൾ വന്നിരിക്കുന്നു. ഒരു അമ്മ മരിച്ചു. ഒരു 62 വയസ്സുള്ള ഒരു അമ്മ മരിച്ചു. അമ്മയുടെ ബോഡി അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാലിൽ ഒരു ചരട് കെട്ടിയിട്ട് അവർ ജനലിൽ കെട്ടിയിട്ടേക്കുക ആ ബോഡി. കാരണം വീടിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി. പോകാതിരിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നിസ്സഹായത എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് എനിക്ക് ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളും ഈ നിസ്സഹായതയും രാഷ്ട്രീയവും ഒക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ തുറന്ന് പറയണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ പറയാത്തത് ഞാൻ ഭീരുവായതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നാളെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ എന്നെ കൊല്ലുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. പക്ഷേ പറയുന്നത് നിങ്ങൾ പറയാതിരിക്കരുത്. ഇപ്പോൾ ഒരു കൊല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കും. തിരിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ വേടൻ എല്ലാ കാലവും ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് കെയർ അബൌട്ട് അസ് എന്നുള്ള പാട്ടും അതേപോലെ തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ള പാട്ട് തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡിയാണ് വന്നത്. അപ്പം അത് വന്നു എന്നറിഞ്ഞപ്പോഴേ എന്തായിരുന്നു മനസ്സിൽ കൂടെ കടന്നു? അതായത് സന്തോഷം ഉണ്ടാവാം, സന്തോഷം പിന്നെ സന്തോഷവും ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ് ഒരു സാധനത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഫാനാണ് മൈക്കിൾ ജാക്സന്റെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ ഡാൻസ് കളിക്കാറുണ്ടല്ലോ ചെറുതായി. അപ്പം അതിന് ഞാൻ ഡാൻസ് കളിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം മൈക്കിൾ ജാക്സണും ബോക്സിങ് പഠിക്കാൻ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മൈക്ക് ടൈസണും ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് മൈക്സും എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരനും കൂടിയാണ് കേട്ടോ മൈക്ക് ടൈസൺ. ഭയങ്കര പൊളിറ്റീഷ്യനാണ് അയാൾ. അപ്പോൾ മൈക്കിൾ ജാക്സന്റെ കൂടെ ഇങ്ങനെ ഒരു കമ്പാരിസൺ വന്നപ്പോൾ എനിക്ക് ലൈക്ക് 2-3 ദിവസത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. മൂന്നാമത്തെ ദിവസമാണ് ഇതിൻ്റെ കോൺട്രവേഴ്സീസും കാര്യങ്ങളും വരുന്നത്. പിന്നെ അറിയാലോ കോൺട്രവേഴ്സി വിത്തൗട്ട് വേടൻ എന്നെ ചോദിക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ കോൺട്രവേഴ്സി എൻ്റെ കൂടെ പറപ്പാ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ്റെ പാട്ട് ഭയങ്കര അന്നൊരമ്മ മറ്റേ RSSൽ ഒരു അമ്മയൊക്കെ വന്ന് പറഞ്ഞു ഞാൻ മറ്റേ എന്താണ് വിഘടനവാദിയായിട്ടുള്ള വേടൻ്റെ പാട്ടുകൾ കേരളം പോലുള്ള സമൂഹം പഠിക്കരുത് എന്നുള്ള എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടാകുന്നില്ല. കാരണം അത് ഒരു സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ വന്ന് പാടിത്തരും, അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംഗീത പ്ലാറ്റ്ഫോമുകളും എൻ്റെ പാട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഒന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റി വേറൊരു ശണ്ട നടക്കണ്ടായിരുന്നു അവിടെ. അത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മൾ ശണ്ട നടക്കണ്ടായിരുന്നു. നിങ്ങൾക്കത് കുട്ടികളത് പഠിച്ചാലും അവിടെ പഠിച്ചാലും ഇല്ലെങ്കിലും ആ പാട്ടുകളൊക്കെ നിങ്ങളുടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ആ പാട്ടുകളുണ്ട്. നിങ്ങൾക്കത് എവിടെ നിന്ന് വേണമെങ്കിൽ കേൾക്കാം. പിന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെ അത് ഒളിപ്പിച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അത് കലകളൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന അവസ്ഥ ജർമ്മനിയൊക്കെ ഒരു കാലത്ത് വളർന്ന മാതിരിയൊക്കെ ഇന്ത്യയിൽ വളർന്നു വരും. അപ്പോഴേക്കും നമ്മുടെ കലയൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. അതുവരെയൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ ഇരുട്ടത്തിട്ടാൽ ഞാൻ ഇരുട്ടിനെ കുറിച്ച് പാട്ട് പാടിയെന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയാണ്. നിങ്ങൾ എന്നെ ഇരുട്ടത്തിടുമ്പോൾ ഞാൻ ഇരുട്ടിനെ കുറിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്.
അത് കേൾപ്പിക്കാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ആവശ്യമൊന്നുമില്ല. ഇവിടെ കേൾക്കാൻ പറ്റില്ല, ഒരു സ്വാതന്ത്ര്യ രാജ്യമാണല്ലോ. അപ്പോൾ പാട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇനിയും നല്ല പാട്ടുകൾ ചെയ്യുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാട്ടുകൾ ചെയ്യുക. അത് ഇനിയും പിള്ളേരെ പഠിക്കാനായിട്ടുള്ള ഒരു ഇടങ്ങളിലേക്ക് എത്തട്ടെ. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ അതങ്ങോട്ട് വരുന്നത്. അപ്പം അത്രയും ക്വാളിറ്റിയിൽ പുതിയ പാട്ടുകൾ ചെയ്യാൻ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എൻ്റെ ആൻസസ്റ്റേഴ്സിനോട് ഞാൻ തന്നെ പറയുന്നു. നമ്മളിപ്പോൾ ഈ കോൺട്രവേഴ്സിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, കോൺട്രവേഴ്സി ആൻഡ് വേടൻ രണ്ടും ഭയങ്കര അങ്ങോട്ടും കൂടി ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണെന്ന് തോന്നുന്നു. കോൺട്രവേഴ്സി, വേടൻ എന്നുള്ളത് അടിക്കടി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അത് ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നോ ഒന്നും ചോദിക്കാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുന്നതെന്ന് മാത്രമാണ് എനിക്കറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും എനിക്കൊന്നും ഇപ്പോഴും കേസ് നടക്കുന്ന ഉണ്ടാവുമല്ലോ. അപ്പോൾ കേരളത്തിൽ ഇത്രയധികം കേസുള്ള ഒരു ആർട്ടിസ്റ്റ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ തള്ളി നീക്കുന്നത്? എങ്ങനെയാണ് മാനസികമായിട്ട് ഓണായിട്ടിരിക്കുന്നത്? ഐ മീൻ ഡിപ്രസ്ഡ് ആയി പോകാനും പാടില്ലല്ലോ നമ്മൾ. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തളർന്നിരിക്കാൻ പറ്റില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ തളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലി തളർന്നു പോകും. ഒരുപാട് ഫാമിലീസ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അപ്പം ഞാൻ തളർന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടിയാവില്ല. അത് തന്നെ. പിന്നെ എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ കൂടെ എൻ്റെ കൂടെ ലൈക്ക് ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് അവർക്ക് നിൽക്കാൻ പറ്റുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ബേജാറാക്കാറില്ല. ബാധിക്കാറുണ്ട്, ആർട്ടിനെ ബാധിക്കും, എഴുത്തുകളെയും വായനയെയും മനസ്സമാധാനത്തിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ് കോൺട്രവേഴ്സീസ്, ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷെ എനിക്ക് അയ്യോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് തളർന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലി അങ്ങോട്ട് ബേജാറായി പോകും. അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ തകരാത്ത പോലെയെങ്കിലും അഭിനയിക്കാനെങ്കിലും പറ്റണ്ടേ എനിക്ക്. പിന്നെ എനിക്ക് ഒരു സർവൈവൽ മെക്കാനിസം ഉണ്ട് എനിക്ക് ചുറ്റിപ്പറ്റി. ഐ ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. എനിക്ക് എവിടെയും തുറന്നു പറയാൻ പറ്റുന്ന അത്ര രീതിയിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഏറ്റവും താഴെ നിൽക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള പിള്ളേരുണ്ട്. അവരൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വലയം എന്ന് പറയണത്, ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ സുഹൃത്തുക്കളെ പോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി, ഇവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് വീഴാൻ പറ്റില്ല. ഞാൻ വീഴണത് ശരിയല്ല. ഞാനത് എന്നോട് തന്നെ ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഇനിയിപ്പം തല പോയാലും വീഴണ പരിപാടിയില്ലേ, ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന പരിപാടിയായി. അതൊക്കെ കുഞ്ഞു മക്കൾക്കുള്ളത്. എനിക്കതില്ല. അത് ചെയ്യരുത്. നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇനിയും കോൺട്രവേഴ്സീസൊക്കെ ഇനിയും വരട്ടെ. ഇപ്പോൾ പ്രശ്നങ്ങളില്ലാതെ ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതില്ലാണ്ടൊരു സുഖമില്ലാണ്ടായി. എൻ്റെ മീഡിയ ഹെഡ് ഉണ്ട് കറുപ്പ് റെക്കോർഡ്സിൻ്റെ. നമുക്ക് റെക്കോർഡ് ലേബർ ഉണ്ട്. ഞാനതും ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ കറുപ്പ് റെക്കോർഡ്സിൻ്റെ മീഡിയ ഹെഡ് ഉണ്ട്, ഹൃദിക്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും, ഒരു 2-3 മാസമൊക്കെ സമാധാനമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, പേടിയാവണം മോനെ, എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണില്ല. പ്രശ്നങ്ങളില്ലാതെ ഒരു സാധനം ഇല്ല എന്നുള്ള പറയണൊരു. ഇപ്പോൾ വിജയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ, എൻ്റെ സുഹൃത്താണ്, വളരെ ചെറുപ്പം തൊട്ട് അറിയണം. നേരത്തെ നമുക്കറിയാവുന്ന ഒരു ടീമുണ്ട്, വിക്കി ഉണ്ട്, വിജി ഉണ്ട്, അല്ലേ? ആണ്. അത് വലിയ ടീമാണല്ലോ ആക്ച്വലി. ഇതൊരു വമ്പൻ ടീമല്ലേ? ആണ്. സോളിഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും കുറവ് ഒരു 50 പേരുടെ ഒരു ടീമാണ് നമ്മൾ. അപ്പോൾ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമുക്ക് അത് വന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണ്. ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും കറുപ്പ് റെക്കോർഡ്സിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം നമുക്കറിയാം ഗബ്രിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ, സ്റ്റിക്കിനെ പോലുള്ള ആർട്ടിസ്റ്റിനെയൊക്കെ നമുക്ക് തന്നത് അത് വേടൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. നമ്മളുടെ പിള്ളേർ നമ്മളവർക്ക് എന്താ പറയുക, ഒരു അവസരം എന്നല്ലേ പറയുന്നത്. വേടൻ ഏറ്റവും പറയുന്ന അവസരം എന്നുള്ള വാക്ക് പറഞ്ഞാൽ മിക്കവാറും വേടൻ പറയുമെങ്കിൽ ശരി ഞാൻ പോവാന്ന് പറയുമ്പോൾ അവസരമല്ല, ആ ഒരു സ്നേഹം അല്ലേ അവർക്ക് കൊടുത്തതിനാണ് നമുക്ക് വേടനുള്ള ഏറ്റവും വലിയ അതെന്താണെന്ന് അറിയാം. അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ആണ് ഞാൻ വിചാരിക്കണേ. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് പകരം ഗബ്രി ആണെങ്കിലും അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എനിക്ക് പകരം വടിക്കൊച്ച് സ്റ്റിക്കും ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്തിരിക്കുള്ളൂ. എനിക്ക് പകരം സാം ബാംഗ്ലൂരിലുള്ള HC റെക്കോർഡ്സിലെ പിള്ളേരാണെങ്കിലും ആ മക്കളും അങ്ങനെ തന്നെ ചെയ്തിരിക്കുള്ളൂ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര നന്മയുള്ള പിള്ളേരാണ്. അവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറുപ്പ് റെക്കോർഡ്സ് ഉണ്ടാവാൻ കാരണം ഗബ്രിയാണ്.
ഗബ്രി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അവൻ പാട്ട് എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ കർപ്പ റെക്കോർഡ്സ് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കർപ്പ റെക്കോർഡ്സാണ് ഗബ്രിയോട് നന്ദി പറയേണ്ടത് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് ഒരു അത്ര വലുതല്ലാത്തൊരു ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഈ പാട്ട് സൂസൈഡ് നോട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് യൂട്യൂബിൽ റാൻഡംലി ഒരു അക്കൗണ്ടിൽ ഗബ്രി KW എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ ഇട്ടിരുന്നൊരു പാട്ട് ഞാൻ 2 ദിവസമായി കേൾക്കുന്നു. അപ്പം ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാനിത് കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു അറിയാം ഈ മ്യൂസിക് ചെയ്ത മോനെ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഗബ്രിയായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ. അപ്പം ഞാനിങ്ങനെ പിള്ളേരായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസറുണ്ട് ഋഷി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഋഷി ഞാനായിട്ട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഋഷിയാണ് പറഞ്ഞത്. ഋഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഋഷി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്, എന്നാൽ പിന്നെ നീ ഒരു റെക്കോർഡ് ലേബിൾ തുടങ്ങിയിട്ട് ഇവനെ കൊണ്ടൊക്കെ നീ പാട്ട് ചെയ്യിപ്പിക്കണം, അല്ലാണ്ടൊന്നും ഇവരൊന്നും വളരൂല എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഐഡിയ. എന്നാൽ പിന്നെ ഒരു റെക്കോർഡ് ലേബിൾ അങ്ങോട്ട് തുടങ്ങാം. എൻ്റെ റെക്കോർഡ് ലേബിളിൻ്റെ പേരുടെ കർപ്പ് റെക്കോർഡ്സ്. അപ്പോൾ അങ്ങനെ ഗബ്രിക്ക് വേണ്ടി ഗബ്രിയുടെ പാട്ടുകൾ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് കർപ്പ് റെക്കോർഡ്സ് ആദ്യമായിട്ടുണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കിട്ടി. ഇപ്പോൾ ഇവിടെ മരണം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് നമ്മുടെ, അത് CJJ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. CJJയും ദാസി ഒരു പുതിയതല്ല, ദാസി ഒരുപാട് കാലമായിട്ട് പ്രൊഡക്ഷൻ പരിപാടിയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. അടിപൊളി കമ്പോസറാണ് ദാസി. പിന്നെ HC റെക്കോർഡ്സ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള തമിഴ് റാപ്പേഴ്സാണ്. ഭയങ്കര പൊളിറ്റിക്കൽ അംബേദ്കറായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുകയും ഭയങ്കര ഭീകരമായിട്ടുള്ള രാഷ്ട്രീയവാദികളായിട്ടുള്ള പിള്ളേരാണ് അവർ. പിന്നെ ഗബ്രിയും അവൻ്റെ പേഴ്സണൽ പൊളിറ്റിക്സ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ ഉള്ളിലെ പെയിനും അവൻ ജീവിച്ച് വളർന്നിട്ടുള്ള വഴികളും അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ കർപ്പ റെക്കോർഡ്സിലെ എല്ലാ ആർട്ടിസ്റ്റുകളും സോളിഡ് ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും നല്ല എഴുത്തുകാരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു 11-12 ആർട്ടിസ്റ്റുകളുണ്ട് കർപ്പ റെക്കോർഡ്സിൻ്റെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ഒരു 100 ആർട്ടിസ്റ്റുകളൊക്കെ ആക്കണം എന്നൊരു ആഗ്രഹം. പിന്നെ ഇത് ഒറ്റ ഒരു മനുഷ്യനിൽ വലിയ കോർപ്പറേറ്റ് സാധനമല്ലല്ലോ, ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ലേബിൾ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പരിധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാം ഭംഗിയാവട്ടെ. ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളാണ്. ബ്രോ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എനിക്ക് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ടൈമില്ലെന്ന് പറഞ്ഞ പോലെ ആഗ്രഹവും വളർന്നുകൊണ്ടിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ സംസാരത്തിനൊരു ചെറിയ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇത് കേട്ട് നമ്മൾ വീണ്ടും നമ്മൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് അടുത്ത പുതിയ അപ്ഡേറ്റുകൾ വരും. പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്. ഇപ്പോൾ ബ്രോ എഴുതുന്ന പല ബിംബങ്ങളുണ്ട്. അപ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അല്ലെങ്കിൽ വലയിൽ ഒതുങ്ങാത്ത പരലൻ കൂട്ടം, അതുപോലെ കാക്കി ഭൂതങ്ങൾ എന്ന് പറഞ്ഞു, അമ്മക്കിളി. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നൊരു 4-5 പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ പുറകിലുള്ള കുറേ കഥകളും കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു 2 പ്രാവശ്യം പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരമ്മക്കിളിയെ ഓർമ്മ വരാം, അല്ലെങ്കിൽ ആ ഇടത്തുണ്ടാക്കിയിരിക്കുന്ന കാക്കിയിട്ട ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നത്തെ ഓർമ്മ വരാം, ഏതിടവുമായിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ആൾ അനുഭവിച്ച യാതനകളുടെ കഥ നമുക്ക് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം കേൾക്കുമ്പോൾ ഓർമ്മ വരാം. എങ്ങനെയാണ് അങ്ങനെയുള്ള ബിംബങ്ങളൊക്കെ? അത് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? എങ്ങനെ വരും ദിവസം? വായനയിൽ നിന്ന് അത് 100% വായനയ്ക്ക് കൊടുക്കേണ്ട സാധനമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ഒരു കുഞ്ഞ് പേപ്പർ കഷ്ണമെങ്കിലും വായിക്കാനൊക്കെ ആയിട്ട് നോക്കുക. എത്ര പ്രശ്നമാണെങ്കിലും വായന നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അത് വായനയ്ക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റാണ് അത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എഴുത്ത് ശരിയാക്കാനല്ലാതെ മനസ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വായിക്കുമ്പോൾ നമ്മുടെ എഴുത്ത് താനെ ശരിയാവുന്നതാണ്. വായനയാണ് കേട്ടോ, വായനയിൽ നിന്ന് കിട്ടണതാണ് അതൊക്കെ. ഞാനതിൽ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം അത് ഞാൻ എടുത്ത ബുദ്ധിമുട്ട് കാരണമാണ് ഞാനത് എടുക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട് കാരണമാണ് എനിക്കിത് എഴുതാൻ പറ്റണമെന്ന് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും നാൾ വേടൻ എന്നേ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ ഇപ്പോൾ വേടൻ വർക്ക് ചെയ്തിട്ടുള്ള പല ഇപ്പം എന്താ പറയുക കോൺസേർട്ടുകളാണെങ്കിലും നമ്മളും ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് കണ്ണാന്ന് വിളിക്കാനായിട്ടാണ്. പൊളിക്കി അത്ര പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.